കർത്താവിൻ്റെ വിലയേറിയ നാമത്തിന് മഹത്വമുണ്ടാകട്ടെ. പ്രിയപ്പെട്ട നിങ്ങളോടൊത്ത് ഇന്നും നാളെയും കൂടെ സമയം ചെലവഴിപ്പാൻ ദൈവം കാര്യങ്ങളെ ക്രമീകരിച്ചു എന്നോർത്ത് സ്തോത്രം. ഞാൻ കഴിഞ്ഞ ആഴ്ച കൊണ്ട് മീറ്റിംഗ് അവസാനിച്ചു എന്ന് കരുതി ദൈവഹിതമെന്ന് പൂർണ്ണമായി വിശ്വസിച്ച് എന്നെ വീണ്ടും ക്ഷണിച്ചപ്പോൾ ഇന്നും നാളെയുള്ള മീറ്റിംഗ് കൂടെ ഏറ്റെടുപ്പാൻ ദൈവം ഇടയാക്കിയതോർത്ത് സ്തോത്രം. നമ്മൾ കൂടി വന്നപ്പോൾ കാലത്തിൻ്റെ അന്ത്യത്തോടുള്ള ബന്ധത്തിൽ കാര്യങ്ങളെ മനസ്സിലാക്കുകയായിരുന്നു. ഇന്നും നാളെയും ദൈവം അനുവദിച്ചാൽ ഒരു പ്രത്യേക വിഷയം, സാധാരണ ചിന്തിക്കാത്ത ഒരു വിഷയം ഞാൻ എടുക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. അതും അന്ത്യകാലത്തുള്ള ബന്ധത്തിലുള്ള ഒരു പ്രത്യേക വിഷയമാണ്. വർഷങ്ങൾക്ക് മുമ്പ് കൃപാവരങ്ങൾ എന്ന വിഷയം, പരിശുദ്ധാത്മാവിൻ്റെ കൃപാവരങ്ങളെക്കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ടിരുന്ന് പഠിക്കാനായിട്ടും പഠിപ്പിക്കാനായിട്ടും YMEF-ൻ്റെ ജനറൽ ക്യാമ്പിനും മറ്റ് സ്ഥലങ്ങളിലുമൊക്കെ ക്ലാസ്സുകൾ എടുക്കാനായിട്ട് ദൈവം എന്നെ സഹായിച്ചു. എനിക്ക് തോന്നുന്നു കോട്ടയം കൺവെൻഷനും ഈ ക്ലാസ് ഞാൻ എടുത്തപ്പോഴാണെന്ന് തോന്നുന്നു ഒരു ബുക്ക്ലെറ്റ് ആയിട്ട് അത് അടിച്ചിറക്കി. എന്നാൽ അത് ഇന്ന് ലഭ്യമല്ല. അനേകർക്ക് അത് അനുഗ്രഹമായി തീർന്നു. ഞാനത് ഓർപ്പിച്ചത് പരിശുദ്ധാത്മാവിൻ്റെ കൃപാവരങ്ങളെക്കുറിച്ച് മനസ്സിലാക്കുവാൻ ദൈവം അനുവദിച്ചപ്പോൾ ഈ അന്ത്യകാലത്തുള്ള ബന്ധത്തിൽ ഒരു പ്രത്യേക വിഷയം ഗ്രഹിക്കാനായിട്ട് ദൈവം വളരെ കൃപ നൽകി. ഞാൻ ആ വിഷയമാണ് ഇന്നും നാളെയും എടുക്കുന്നത്. അതായത് കാലത്തിൻ്റെ അന്ത്യത്തിൽ ഒരു വലിയ ഡിസെപ്ഷൻ എന്ന് പറഞ്ഞാൽ വലിയ വഞ്ചന ക്രിസ്ത്യഗോളത്തിൽ ഉണ്ടാകുമെന്ന് വചനത്തിലൂടെ കാണാനായിട്ട് സാധിക്കുന്നു. എൻഡ് ടൈം ഡിസെപ്ഷൻ ഇൻ ദ ക്രിസ്ത്യൻ വേൾഡ്. ഇന്നത്തെ മെസ്സേജിന് ഒരു തലക്കെട്ട്, ഇന്നും നാളെയുള്ള മെസ്സേജിന് ഒരു തലക്കെട്ട് കൊടുക്കുകയാണെങ്കിൽ ഇങ്ങനെ കൊടുക്കാം: എൻഡ് ടൈം ഡിസെപ്ഷൻ ഇൻ ദ ക്രിസ്ത്യൻ വേൾഡ്. ക്രിസ്തീയ ഗോളത്തിലെ അന്ത്യകാലത്തിലെ വഞ്ചന എന്ന് പേര് കൊടുക്കാം. ഞാൻ ഓർപ്പിച്ചു, ഞാനത് കൃപാവരങ്ങൾ പഠിച്ചതുകൊണ്ട്, ശ്രദ്ധിച്ചതുകൊണ്ടും ദൈവം ആ വിഷയത്തിൽ തന്നെ ഉറപ്പിച്ചതുകൊണ്ടുമാണ് ഈ വിഷയം ഗ്രഹിപ്പാനായിട്ട് ദൈവം എന്നെ അനുവദിച്ചതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമുക്ക് ആധാരമായിട്ട് നമ്മുടെ കർത്താവ് പറഞ്ഞ വാക്ക് തന്നെ എടുക്കാം. മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായം, മാത്യു ചാപ്റ്റർ 24. നമുക്കറിയാം, ഈ മത്തായിയുടെ സുവിശേഷം 24-ഉം 25-ഉം അധ്യായങ്ങൾ ഒലിമല പ്രഭാഷണം, ഒലിവറ്റ് ഡിസ്കോഴ്സ് എന്ന പേരിൽ അറിയപ്പെട്ട 2 അധ്യായങ്ങളാണ്. കർത്താവ് പ്രഭാഷണം നടത്തിയതിൽ ദൈർഘ്യമേറിയ ഒരു പ്രഭാഷണമാണ് ഈ 24-ഉം 25-ഉം. താൻ സംസാരിച്ച ഭാഗങ്ങളിൽ ദൈർഘ്യമേറിയ ഭാഗങ്ങൾ വരുമ്പോഴാണ് അതിനാണ് പ്രഭാഷണം എന്ന് പറയുന്നത്. കർത്താവ് പറഞ്ഞ വാക്കുകളൊക്കെ കോട്ട് ചെയ്തിട്ടുണ്ട്. എന്നാൽ പ്രഭാഷണമായിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു ഭാഗമാണ് മാത്യു 24 and 25. ഇത് പ്രത്യേകിച്ച് അന്ത്യകാലത്തുള്ള ബന്ധത്തിൽ വെളിപ്പെടുത്തിയിരിക്കുന്നതാണ്. ഞാൻ അതിൻ്റെ മറ്റ് പശ്ചാത്തലത്തിലേക്ക് പോകുന്നില്ല. നമ്മുടെ വിഷയം ദ എൻഡ് ടൈം ഡിസെപ്ഷൻ ഇൻ ദ ക്രിസ്ത്യൻ വേൾഡ്, ക്രിസ്ത്യഗോളത്തിലെ അന്ത്യകാലത്തിലെ കാപട്യം. എന്നെ കേൾക്കുന്ന ആരൊക്കെ കയറിയിട്ടുണ്ടെന്നുള്ളതൊന്നും എനിക്കറിയില്ല. ആരൊക്കെയാണെങ്കിലും ഒരുപക്ഷെ ഈ വിഷയങ്ങൾ റെക്കോർഡ് ചെയ്തും മറ്റുള്ളവർ കേൾക്കുമായിരിക്കാം. വചനത്തിൻ്റെ വെളിച്ചത്തിലല്ലാതെ ഒരു വാക്കുപോലും ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കുന്നുമില്ല, പറയുകയുമില്ല. കാരണം അതാണല്ലോ ഒരു ദൈവദാസനോട് ദൈവം കൽപ്പിച്ചിരിക്കുന്നത്. നല്ല വചനത്തോടൊന്നും കൂട്ടാനോ കുറയ്ക്കാനോ പാടില്ല. മാത്രമല്ല, ഈ വിഷയം വളരെ സംശയം ജനിപ്പിക്കുന്ന ഒരു വിഷയമാകയാൽ വചനത്തിൽ നിന്ന് ഇതിൻ്റെ തെളിവുകൾ സഹിതമേ ഞാൻ പറയുകയുള്ളൂ. ശാന്തമായി ദൈവം അനുവദിച്ചാൽ ഈ ആഴ്ച, ഇന്നും നാളെയും കൂടെ നമുക്കത് ധ്യാനിച്ച് അവസാനിപ്പിക്കാം. നമ്മുടെ കർത്താവ് പറഞ്ഞ വാക്ക് ഞാനൊന്ന് എടുത്തോട്ടെ. മാത്യു 24 verses 3-5, 3 തൊട്ട് 5 വരെയുള്ള വാക്യം. മത്തായിയുടെ സുവിശേഷം 24-ന്റെ 3 തൊട്ട് 5 വരെയുള്ള വാക്യം. അവൻ ഒലിവമലയിൽ ഇരിക്കുമ്പോൾ ശിഷ്യന്മാർ തനിച്ചവൻ്റെ അടുക്കൽ വന്നു. അതെപ്പോൾ സംഭവിക്കുമെന്നും നിന്റെ വരവിനും ലോകാവസാനത്തിനും അടയാളം എന്തെന്നും പറഞ്ഞു തരണം എന്ന് അപേക്ഷിച്ചു.
അതിന് യേശു ഉത്തരം പറഞ്ഞത്, ആര് നിങ്ങളെ തെറ്റിക്കാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുവീൻ. ഞാൻ ക്രിസ്തു എന്ന് പറഞ്ഞ് അനേകർ എൻ്റെ പേരെടുത്ത് വന്ന് പലരെയും തെറ്റിക്കും. കർത്താവിനോട് ശിഷ്യന്മാർ ചോദിച്ചു, അതായത് ദേവാലയത്തിൻ്റെ പണി കാണിച്ചപ്പോൾ ഒരു കല്ലിനുമേൽ കല്ല് ശേഷിക്കാത്ത കാലം വരുമെന്ന് പറഞ്ഞപ്പോൾ അവൻ ഒലിവുമലയിൽ തനിച്ചിരുന്നു. നമുക്കറിയാം, യഹൂദന്മാരായിരുന്നു കർത്താവിൻ്റെ ശിഷ്യന്മാർ. അവരഭിമാനം കൊണ്ട ഹെരോദ രാജാവ് ഏതാണ്ട് 46 വർഷം കൊണ്ട് പുതുക്കിപ്പണത ഭീമമായ ഒരു ദേവാലയമായിരുന്നു കർത്താവിൻ്റെ കാലത്ത് നിലനിന്ന ദേവാലയം. വളരെ മനോഹരം, വൈറ്റ് മാർബിൾ കൊണ്ട് പൊതിഞ്ഞ് അകമൊക്കെ തങ്കം പൊതിഞ്ഞ് വളരെ മനോഹരമായ ഒരു മന്ദിരമായിരുന്നു യഹൂദന്റെ ദേവാലയം. ഏത് യഹൂദനും അതോടുള്ള ബന്ധത്തിൽ അഭിമാനം കൊള്ളുമായിരുന്നു. കർത്താവിനെ അവർ ഈ പണികൾ കാണിക്കുകയാണ്. നമുക്കറിയാം, കർത്താവിൻ്റെ അവസാനത്തെ ആഴ്ച ജീവിതത്തിൽ, ഈ ലോകത്തിൽ അവസാനത്തെ ആഴ്ച യെരുശലേമിനും യെരുശലേം ദേവാലയത്തിലും അതിൻ്റെ ചുറ്റുപാടുകളിലും ഒക്കെയായി കർത്താവ് ചെലവഴിച്ചു. അവിടെ യെരുശലേം ദേവാലയത്തിൻ്റെ അടുക്കൽ വെച്ച് ഇതിൻ്റെ പണികളെ ശിഷ്യന്മാർ കാണിച്ചു. ഇതൊക്കെ കാണുന്നില്ലയോ? കർത്താവ് പറഞ്ഞു, കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ ഇടിഞ്ഞു പോകുന്ന കാലം വരും എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു സംഭവം ഉണ്ടാകുമെന്ന് കർത്താവ് പറഞ്ഞപ്പോൾ യഹൂദന്മാരായ ശിഷ്യന്മാർക്ക് ഒരു വലിയ ചോദ്യചിഹ്നം അവരുടെ മനസ്സിൽ അങ്കുരിച്ചു. അവർ വന്ന് കർത്താവിനോട് ചോദിച്ചു, അത് എപ്പോൾ സംഭവിക്കും? അതിൻ്റെ ഉത്തരം മത്തായിയുടെ സുവിശേഷത്തിൽ പറഞ്ഞിട്ടില്ല. ലൂക്കോസിലും മർക്കോസിലും നമ്മൾ കാണുന്നുണ്ട്. എന്നാൽ നമുക്കറിയാം, കർത്താവ് പറഞ്ഞു, സൈന്യങ്ങൾ യെരുശലേമിനെ വളഞ്ഞിരിക്കുന്ന കാണുമ്പോൾ അതിൻ്റെ ശൂന്യകാലം അടുത്തുവെന്ന് അറിഞ്ഞുകൊള്ളുവേ. അതായിരുന്നു അതിന് കൊടുത്ത അടയാളം. സൈന്യങ്ങൾ യെരുശലേമിനെ വളഞ്ഞു കണ്ടാൽ ഇതിൻ്റെ ശൂന്യമാണ് എന്നറിഞ്ഞുകൊള്ളുവാൻ പറഞ്ഞു. അതെപ്പോൾ സംഭവിക്കും? അത് കർത്താവ് പറഞ്ഞത് ലൂക്കോസിലും മർക്കോസിലും ഒക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ 2-3 ചോദ്യങ്ങൾ നിന്റെ വരവിൻ്റെയും ലോകാവസാനത്തിൻ്റെയും അടയാളം എന്താണെന്ന് ചോദിച്ചു. കർത്താവിനോട് ചോദിച്ച അടയാളം മാത്രമല്ല, കർത്താവ് അനേക കാര്യങ്ങൾ അതോടനുബന്ധിച്ച് പറഞ്ഞു. എന്നാൽ നമ്മെ സംബന്ധിച്ച് കാലത്തിൻ്റെ അന്ത്യത്തെക്കുറിച്ച് കർത്താവ് പറഞ്ഞപ്പോൾ കർത്താവിൻ്റെ മനസ്സിൽ നിറഞ്ഞു നിന്നൊരു കാര്യം തൻ്റെ ശിഷ്യന്മാരെ കർത്താവ് പ്രബോധിപ്പിക്കുകയാണ്. എന്താണ് കർത്താവ് പറഞ്ഞത്? കർത്താവ് പറഞ്ഞത് അതിൻ്റെ 4-ാം വാക്യം. അതിന് യേശു ഉത്തരം പറഞ്ഞത്, ആര് നിങ്ങളെ തെറ്റിക്കാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുവീൻ. ആ വാക്കുണ്ടോ? കാലത്തിൻ്റെ അന്ത്യം, യേശുക്രിസ്തുവിൻ്റെ വരവിനുള്ള ബന്ധത്തിൽ പറഞ്ഞിരിക്കുന്ന 2 അധ്യായങ്ങൾ. നിന്റെ വരവിനും ലോകാവസാനത്തിനും അടയാളം എന്തെന്ന് ചോദിച്ചു. കർത്താവ് എല്ലാത്തിലും മുഖ്യമായി അവരോട് പറഞ്ഞത്, ആര് നിങ്ങളെ തെറ്റിക്കാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുവീൻ. എന്തിനാ കർത്താവ് അങ്ങനെ പറഞ്ഞത്? കർത്താവ് അങ്ങനെ പറഞ്ഞത് അനേകർ തെറ്റിപ്പോകും എന്നുള്ളത് കൊണ്ടാണ്. ഇത് അവിടെ കൊണ്ട് തീർന്നില്ല. 5-ാം വാക്യത്തിൽ കർത്താവ് പറഞ്ഞു, ഞാൻ ക്രിസ്തുവെന്ന് പറഞ്ഞ് അനേകർ എൻ്റെ പേരെടുത്ത് വന്ന് പലരെയും തെറ്റിക്കും. എൻ്റെ പേരെടുത്ത് വന്ന് അനേകരെ തെറ്റിക്കും. നമുക്ക് അല്പം കഴിഞ്ഞ് അവിടെ അല്പം ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ക്രിസ്തീയ കോളത്തിൽ അത് സംഭവിക്കുമെന്നുള്ളതാണ് കർത്താവ് പറയുന്നത്. യേശുക്രിസ്തുവിൻ്റെ പേരെടുത്ത് വന്ന് ഞാനാണ് ക്രിസ്തു എന്ന് പറഞ്ഞ് അനേകരെ തെറ്റിക്കും. നിങ്ങൾ തെറ്റിപ്പോകാതിരിപ്പാൻ സൂക്ഷിച്ചു കൊള്ളുവാനായിട്ട് കർത്താവ് പറഞ്ഞു. നമുക്കറിയാം, ഞാൻ ഈ പഠനം നടത്തിയപ്പോൾ എനിക്ക് മനസ്സിലായി, ഇത് അന്ത്യകാലത്തിൽ പ്രീ ഡോമിനൻ്റായ ലോകത്തിൽ കാണപ്പെടേണ്ട ഒരു കാര്യമാണ്. സൗരന്മാരെ, സൗരിമാരെ, നിങ്ങൾ ആരുമായിക്കൊള്ളട്ടെ എന്നെ കേൾക്കുന്നവർ, നിങ്ങൾ എന്തും ധരിച്ചിരുന്നാലും ഒരു കാര്യം ഞാൻ തീർത്തു പറയട്ടെ. ഇന്ന് കാണുന്ന കരിസ്മറ്റിക് മൂവ്മെൻറ്റ് ലോകവ്യാപകമായി പടർന്നിരിക്കുന്ന ഒരു പ്രതിഭാസമാണ്. നോക്കുക, അനേക സംഭവങ്ങളുണ്ട് ഈ കരിസ്മാറ്റിക് മൂവ്മെൻറ്റിൽ. ആളുകൾ പുറകോട്ട് വീഴുന്നു, വിശുദ്ധ കൊര, വിശുദ്ധ ഛർദില്, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ക്രിസ്ത്യഗോളത്തിൽ നടന്നിട്ടില്ലാത്തത് നടന്നുകൊണ്ടിരിക്കുകയാണ്. അനേകര് ഇത് സത്യമാണെന്ന് വിശ്വസിച്ചിരിക്കുകയാണ്. വേർപെട്ട സമൂഹങ്ങളിൽ പോലും പലരുടെയും മനസ്സിൽ തോന്നുന്നുണ്ട്, തെറ്റായിട്ടുള്ളത് കാണും, പക്ഷെ എല്ലാം തെറ്റാണെന്ന് നമുക്ക് പറയാനൊക്കുമോ?
തെറ്റായിട്ടൊക്കെ കാണും, പക്ഷെ എല്ലാം പറയുന്നത് തെറ്റാണെന്ന് നമുക്ക് പറയാൻ കഴിയുമോ? ആളുകൾ അങ്ങനെ വരെ സംശയിച്ചു തുടങ്ങി. ഇത് ജെനുവിനാണോ? ഇത് ആത്മാവിൽ നിന്നുള്ള പ്രവൃത്തിയാണെങ്കിൽ, ഈവൻ ഇഫ് ഇറ്റ് ഈസ് ജെനുവിൻ, നമ്മൾ ഇതിനെതിരായി സംസാരിച്ചാൽ ദൈവത്തിന് വിരോധമായി സംസാരിക്കുകയാണ്. എന്നാൽ ഇത് ജെനുവിൻ അല്ല, ഈ കർത്താവ് പറഞ്ഞ ഈ മനുഷ്യൻ തെറ്റിപ്പോകുന്ന ഒരു കാര്യമാണെങ്കിൽ നമ്മൾ എന്ത് വില കൊടുത്തും ജനങ്ങളെ അത് മനസ്സിലാക്കി കൊടുത്ത് അവരെ അതിൽ നിന്ന് രക്ഷിപ്പാനായിട്ട് ശ്രമിക്കണം. ഒന്നുകൂടെ ഞാൻ ഓർപ്പിച്ചോട്ടെ, ടെർമിനൽ ജനറേഷൻ. ഞാൻ അങ്ങനെ ഒരു വാക്കാണ് ഉപയോഗിക്കുന്നത്, ടെർമിനൽ ജനറേഷൻ എന്ന് പറഞ്ഞാൽ സഭയുടെ പണി തീരുന്ന ആ അവസാനത്തെ ജനറേഷന് ഞാൻ കൊടുത്തിരിക്കുന്ന പേര് ടെർമിനൽ ജനറേഷൻ, ദറ്റ് ലാസ്റ്റ് ജനറേഷൻ. ആ ജനറേഷനാണ് നമ്മുടെ കർത്താവ് വരുമ്പോൾ കർത്താവിനെ കാണുന്നത്. മറ്റു ഇതിൽ പറഞ്ഞാൽ, ഉൽപ്രാവണത്താൽ ഒരു കൂട്ടം വിശുദ്ധന്മാർ, ഇവിടെ ഒരു കൂട്ടമെന്നല്ല, രക്ഷിക്കപ്പെട്ട എല്ലാ ദൈവങ്ങളോട് നിന്നും മാറ്റപ്പെടും. ആ മാറ്റപ്പെട്ട് കഴിഞ്ഞാൽ അവരുടെ ശേഷം ശേഷിക്കുന്നവരാണ് ഇവിടെ ഉള്ളവർ. അവർക്കാണ് ടെർമിനൽ ജനറേഷൻ എന്ന് പറയുന്നത്. അവരുള്ള ബന്ധത്തിൽ ഒരു വാക്യം ഞാൻ വായിച്ചോട്ടെ. അന്ന് മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം എടുത്താട്ടെ, മാത്യു ചാപ്റ്റർ 7. ഈ ടെർമിനൽ ജനറേഷൻ എന്ന് ഞാൻ ഉപയോഗിച്ചെന്നുള്ള ബന്ധത്തിൽ നമ്മുടെ കർത്താവ് മടങ്ങി വരുമ്പോൾ നോക്കുക, ഉൽപ്രാവണം കഴിഞ്ഞ 7 വർഷത്തെ ഗ്യാപ്പേ ഉള്ളൂ, 7 years എന്ന് പറഞ്ഞാൽ ആ സെയിം ജനറേഷനിലാണ് നമ്മുടെ കർത്താവിൻ്റെ മടങ്ങി വരും. കർത്താവ് മടങ്ങി വരുമ്പോൾ ഈ തലമുറയിലുള്ളവർ എന്താ പറയുന്നതെന്നറിയാമോ? അതിൻ്റെ മാത്യു ചാപ്റ്റർ 7 വേഴ്സസ് 21 ഓൺവേർഡ്സ്, എന്നോട് കർത്താവേ കർത്താവേ എന്ന് പറയുന്ന ഏവനുമല്ല, സ്വർഗസ്വനായ എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നവനത്രേ സ്വർഗ രാജ്യത്തിൽ കടക്കുന്നത്. കർത്താവേ കർത്താവേ, നിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രവചിക്കുകയും നിന്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കുകയും നിന്റെ നാമത്തിൽ വളരെ വീഴ്പ്രവൃത്തികൾ പ്രവർത്തിക്കുകയും ചെയ്തില്ലയോ എന്ന് പലരും ആ നാളിൽ എന്നോട് പറയും. അന്ന് ഞാൻ അവരോട്, ഞാൻ ഒരു നാളും നിങ്ങളെ അറിഞ്ഞിട്ടില്ല, അധർമ്മം പ്രവർത്തിക്കുന്നവരെ എന്നെ വിട്ട് പോകുകയെന്ന് തീർത്തു പറയും. നമ്മുടെ കർത്താവ് പറയുകയാണ്, ആ ടെർമിനൽ ജനറേഷനിൽ നമ്മുടെ കർത്താവ് മടങ്ങി വരുന്നു. കർത്താവ് മടങ്ങി വരുമ്പോൾ ഒരു വലിയ സമൂഹം അവനോട് പറയുകയാണ്, കർത്താവെ, നിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രവചിച്ചു, നിന്റെ നാമത്തിൽ ഞങ്ങൾ ഭൂതങ്ങളെ പുറത്താക്കി, നിന്റെ നാമത്തിൽ ഞങ്ങൾ വീര്യപ്രവൃത്തികളൊക്കെ ചെയ്തു. ദിസ് ഈസ് വാട്ട് ഈസ് ഹാപ്പനിങ് നൗ. ഇന്ന് സംഭവിക്കുന്നു. ആ കർത്താവിൻ്റെ നാമത്തിൽ എൻ്റെ പ്രിയപ്പെട്ടവരോട് പറയട്ടെ, ദിസ് ഈസ് ഹാപ്പനിങ് ഇൻ ക്രിസ്തൻഡം. എന്താ കാരണം? കർത്താവിൻ്റെ നാമത്തിൽ നടക്കുന്നത് അവിടെയാണ്. മറ്റ് വേറെ ഒന്നും ഒരിടത്തിലും അവൻ്റെ നാമത്തിലൊന്നും നടക്കുന്നില്ല. കർത്താവിൻ്റെ നാമത്തിൽ ഇതൊക്കെ നടക്കുകയാണ്. മാത്യു 24 നമ്മൾ എന്താ വായിച്ചത്? മത്തായിയുടെ 24 കർത്താവ് ആ കാര്യം പറഞ്ഞപ്പോൾ 5-ാം വാക്യത്തിൽ പറഞ്ഞു, ഞാൻ ക്രിസ്തു എന്ന് പറഞ്ഞ്, യേശുക്രിസ്തു തന്നെയാണ് ക്രിസ്തു. നസറേത്തിൽ ജനിച്ച യേശു തന്നെയാണ് ക്രിസ്തു. ഞാൻ ക്രിസ്തു എന്ന് പറഞ്ഞ് അനേകർ വന്ന് എന്തു ചെയ്യും? എൻ്റെ പേരെടുത്ത് വന്ന് പലരെയും തെറ്റിക്കും. കർത്താവേ, നിന്റെ നാമത്തിൽ ഞങ്ങൾ ഭൂതങ്ങളെ പുറത്താക്കി, നിന്റെ നാമത്തിൽ ഞങ്ങൾ വീര്യപ്രവൃത്തി ചെയ്തു, നിന്റെ നാമത്തിൽ ഞങ്ങൾ അത്ഭുതങ്ങൾ ചെയ്തു. കർത്താവേ, എൻ്റെ നാമമെടുത്ത് പലരെയും തെറ്റിക്കും. കർത്താവ് തൻ്റെ ജനത്തോട് ആവശ്യപ്പെട്ടു, നിങ്ങൾ സൂക്ഷിക്കണം. കാലത്തിൻ്റെ അന്ത്യത്തെക്കുറിച്ച് യേശുക്രിസ്തു സംസാരിക്കുമ്പോൾ മറ്റെന്തിനെക്കാട്ടിലും ആദ്യമായിട്ട് പ്രീഡൊമിനൻ്റായിട്ട് കർത്താവ് എടുത്തു പറഞ്ഞ കാര്യം, ആരും നിങ്ങളെ തെറ്റിക്കാതിരിപ്പാൻ സൂക്ഷിച്ചോളൂ. എൻ്റെ സഹോദരന്മാരെ, ശരിയായ ഉപദേശങ്ങൾ പിടിച്ചുകൊണ്ടിരുന്ന പലരും തെറ്റിപ്പോയിട്ടുണ്ട്. പലരും ഇങ്ങനെയുള്ള വിശ്വാസ കൂട്ടങ്ങളെ വിട്ടിട്ട് അവരുടേതാണ് ശരിയെന്ന് പറഞ്ഞ് അങ്ങോട്ട് പോകുന്നു. എസ്പെഷ്യലി യങ് പീപ്പിൾ ആർ അട്രാക്റ്റഡ് ടു ദിസ്. കർത്താവ് പറഞ്ഞു, സൂക്ഷിച്ചോളാൻ പറഞ്ഞു. മാത്രമല്ല, ഈ വിഷയം നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ ഇത് വലിയൊരു സമൂഹം ഇതിനകത്ത് അകപ്പെടും, കുറച്ചു പേരല്ല. മാത്യു 7 തന്നെ നോക്കിയാട്ടെ, മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം കർത്താവ് ഈ കാര്യം പറയുമ്പോൾ എടുത്തു പറയുന്ന ഒരു വാക്ക് ഞാൻ ചൂണ്ടിക്കാണിച്ചോട്ടെ. 13-14 വാക്യം, ഇടുക്കുവാതിലൂടെ അകത്ത് കടപ്പീൻ,
നാശത്തിലേക്ക് പോകുന്ന വാതിൽ വീതിയുള്ളതും വഴി വിശാലവും അതിലൂടെ കടക്കുന്നവർ അനേകരാകുന്നു. മെനി എന്നുള്ള വേർഡാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഞാൻ ഈ ഭാഗം ഇരുന്ന് ധ്യാനിച്ച് പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞാൻ കണ്ടു, ആവർത്തിച്ചിരിക്കുകയാണ് ആ വാക്ക് മെനി. അനേകരെന്ന വാക്ക് ആവർത്തിച്ചിരിക്കുകയാണ്. ഞാൻ വേറെ ഒരു ഭാഗം എടുത്ത് കാണിച്ചോട്ടെ. പത്രോസ് ലേഖനം നിർത്താട്ടെ, 2 പത്രോസ് 2-ാം അധ്യായം. ഞാനതിൻ്റെ വിശദീകരണം മുഴുവൻ പിന്നീട് പറയാം. എന്നാൽ ഒരു കാര്യം അവിടെ ചൂണ്ടിക്കാണിക്കാനായിട്ടാണ് 2 പത്രോസ് 2-ാം അധ്യായം. ഇതും ഈ കാലത്തിൻ്റെ അന്ത്യത്തോടുള്ള ബന്ധത്തിൽ എടുത്തു പറയുന്നതാണ്. 2 പത്രോസ് 2-ാം അധ്യായം. കർത്താവ് പറഞ്ഞില്ലേ, എൻ്റെ നാമം എടുത്തു വന്ന് ഞാൻ ക്രിസ്തുവാണെന്ന് പറഞ്ഞ് പലരെയും തെറ്റിക്കും. ഇവിടെ 2-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിൽ കള്ളപ്രവാചകന്മാരും ജനത്തിനിടയിൽ ഉണ്ടായിരുന്നു. അങ്ങനെ നിങ്ങളുടെ ഇടയിൽ ദുരുപദേഷ്ടക്കന്മാരുണ്ടാകും. അവർ നാശകരമായ മതഭേദങ്ങളെ നുഴയിച്ച് തങ്ങളെ വിലയ്ക്ക് വാങ്ങിയ നാഥനെ തെള്ളിപ്പറയും. തങ്ങൾക്ക് തന്നെ ശീഘ്രനാശം വരുത്തും. അവരുടെ ദുഷ്കാമ പ്രവൃത്തികൾ പലരും അനുകരിക്കും. മെനി വിൽ ഫോളോ. അവിടെയും എടുത്തു പറഞ്ഞു മെനി വിൽ ഫോളോ. എന്തിനാ? അവർ നിമിത്തം സത്യമാർഗം ദൂഷിക്കപ്പെടും. അടുത്ത കർത്താവ് പറഞ്ഞു നോക്കിയേ, അവർ ദ്രവ്യാഗ്രഹത്തിൽ കൗശലവാക്ക് പറഞ്ഞ് നിങ്ങളെ വാണിഭമാക്കും. അവരുടെ ലക്ഷ്യം ദ്രവ്യാഗ്രഹമാണ്, മണി. നിങ്ങളെ വാണിഭമാക്കും. ഈ വിശ്വാസ പ്രമാണത്തിലോട്ട് പോകുന്ന മനുഷ്യരെ ദൈവവചനം നമ്മളെ ഓർപ്പിക്കുകയാണ്. പത്രോസ് പറയുകയാണ്, യു വിൽ ബി ബിസിനസ് കമോഡിറ്റി. ഞാൻ ഇങ്ങനെയുള്ളവരോട് ഇടപെട്ടിട്ടുണ്ട്. ചിലരെ തിരിച്ചു കൊണ്ടുവരാൻ ദൈവം ഇടയാക്കിയിട്ടുണ്ട്. ഒരു സഹോദരി എൻ്റെ വീട്ടിൽ വന്നിരിക്കുകയാണ്, ചെറുപ്പക്കാരത്തിയാണ്. ഇങ്ങനെയുള്ളൊരു കൂട്ടത്തിലായിരുന്നു. ഞാൻ സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ ബാഗ് തുറന്നിട്ട് ഒരു കവറെടുത്ത് തന്നെ കാണിച്ചു. എന്നോട് പറഞ്ഞു, അവരുടെ പേരെഴുതിയ കവറുകൾ എല്ലാ മാസവും അവർക്ക് കൊടുക്കും. അവര് അതിനകത്ത് അവരുടെ ദശാംശം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുക്കണം. കമ്പൽസറിയാണ്. ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുകയാണ്, നിങ്ങൾ വാണിഭമായി തീരും. എന്റെ സഹോദരന്മാരെ, ഈ കാലത്തിന്റെ അന്ത്യത്തെ കുറിച്ചൊന്ന് ഓർത്തു നോക്കിയേ. ഇൻഡിപെൻഡന്റ് നമ്മൾ ശ്രദ്ധിച്ചു നോക്കിയാൽ ഇങ്ങനെയുള്ള കരിസ്മാറ്റിക് ഇൻഡിപെൻഡന്റ് ചർച്ചസ് ഒരുപാട് ഉണ്ടാകുകയാണ്. ദേ ആർ അൺഅക്കൗണ്ടബിൾ. They have income tax free income. They have income. ഞാൻ ഇങ്ങനെ പറയാറുണ്ട്, ദശാംശം കൂടാതെ കൊടുക്കണം. ദശാംശം കമ്പൽസറിയാണ്. 10 പേരുടെ ദശാംശം കിട്ടിയാൽ ഒരാളുടെ ശമ്പളമായില്ലേ? എത്രയോ ആളുകളാണ്. അവരുടെ ഇടയിൽ ആളുകളും കൂടുകയാണ്. ആളുകൾ കൂടുന്നു, അതനുസരിച്ച് ഈ ഇതിന്റെ ചുമതല വഹിക്കുന്ന ആൾക്ക് വരുമാനം കൂടുകയാണ്. പത്രോസ് രേഖപ്പെടുത്തി കണ്ടോ? കൗശലവാക്ക് പറഞ്ഞ് നിങ്ങളെ വാണിഭമാക്കും. ഇത് ഒരുപാട് പേര് അനുകരിക്കും. മെനി വിൽ ഫോളോ. ഒരുപാട് പേര്, കുറച്ചു പേരല്ല. കർത്താവ് പറഞ്ഞു, നാശത്തിലേക്ക് പോകുന്ന വഴി വിശാലവും അതിലൂടെ കടക്കുന്നവർ അനേകരാണ്. ഞാൻ ഈ വിഷയങ്ങൾ ശ്രദ്ധിച്ചു കൊണ്ടിരുന്നപ്പോൾ എനിക്ക് വായിച്ച് മനസ്സിലാക്കാൻ സാധിച്ചു. ഞാൻ ചില വർഷങ്ങൾക്ക് മുമ്പ് മനസ്സിലാക്കിയതാണ്. ടുഡേ കരിസ്മറ്റിസിസം almost more than 600 million Christians are following. 600 ദശലക്ഷം ക്രിസ്ത്യാനികൾ ലോകവ്യാപകമായി പിന്തുടരുന്നു. വീണ്ടും ഞാൻ ഇത് ശ്രദ്ധിക്കാനും പഠിക്കാനും നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു, ഇപ്പം ലാറ്റിൻ അമേരിക്കയിൽ ചെന്നാൽ either a Catholic or a charismatic. ഇതിനിടയിൽ മറ്റ് സഭകളൊന്നും അവിടെ ഇല്ല. യു വിൽ ബി either a Catholic or a charismatic. ബാക്കി സഭകളുള്ളവരൊക്കെ ഇങ്ങനെയുള്ളതിനകത്ത് പോയി ചേർന്നു. ഭൂട്ടാൻ, അവിടെ എല്ലാം ഈ സഭകളാണ്, കരിസ്മാറ്റിക് സഭകൾ. ലോകത്തിൻ്റെ എല്ലാ കോണിലുമായി, ലോകവ്യാപകമായി. നമ്മുടെ കർത്താവിൻ്റെ വാക്കുകൾക്ക് പ്രാധാന്യതയുണ്ടോ? അന്ത്യകാലത്തെക്കുറിച്ച് അവൻ പറയുകയാണ്. തൻ്റെ വരവിനുള്ള ബന്ധത്തിൽ ആ ടെർമിനൽ ജനറേഷന് മുന്നറിയിപ്പ് കൊടുക്കുകയാണ്.
ആരും നിങ്ങളെ തെറ്റിക്കാതിരിപ്പാൻ സൂക്ഷിച്ചോണം. ഞാൻ ക്രിസ്തുവാണെന്ന് പറഞ്ഞ് അനേകർ വന്ന് എൻ്റെ പേരെടുത്ത് തെറ്റിക്കും. ഇനി നമുക്ക് നമ്മുടെ കർത്താവ് ആ വാക്കുകൾ അവിടെ പറഞ്ഞു നിർത്തുകയല്ല. നമുക്കൊന്ന് അപഗ്രഥിക്കാം. ബൈബിളുള്ളവർ ശ്രദ്ധിച്ചാട്ടെ. ബൈബിളുള്ളവര് മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായം നമ്മൾ ഏറ്റവും ഗൗരവമായി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണിതെന്നുള്ളത് ഞാൻ ഓർപ്പിച്ചോട്ടെ. We should warn the people because the Lord has warned the people. നമ്മുടെ കർത്താവ് ജനങ്ങളെ വാൺ ചെയ്തു. നമ്മൾ വാൺ ചെയ്യേണ്ടത് ആവശ്യമാണ്. നമുക്ക് നോക്കാം. കർത്താവ് അവിടെ കൊണ്ട് നിർത്തുകയല്ല. മാത്യു 24 തന്നെ ബൈബിളുള്ളവർ ശ്രദ്ധിച്ചാട്ടെ. 5-ാം വാക്യത്തിൽ ഞാൻ ക്രിസ്തു എന്ന് പറഞ്ഞ് അനേകർ എൻ്റെ പേരെടുത്ത് വന്ന് പലരെയും തെറ്റിക്കും. 4-ാം വാക്യം ആരും നിങ്ങളെ തെറ്റിക്കാതിരിപ്പാൻ സൂക്ഷിച്ചു. ഇനിയും തെറ്റിക്കുന്നത് എങ്ങനെയാണ് കർത്താവ് അവിടെ അത് പറയുന്നുണ്ട്. 11-ാം വാക്യം നോക്കിയാട്ടെ. കള്ളപ്രവാചകന്മാർ വന്ന് അനേകരെ തെറ്റിക്കും. നമുക്ക് നോക്കാം എന്തായി കള്ളപ്രവാചകൻ. കള്ളപ്രവാചകന്മാർ വന്ന് പലരെയും തെറ്റിക്കും. എങ്ങനെ അവർ തെറ്റിക്കുന്നത്? അതിൻ്റെ 24-ാം വാക്യം നോക്കിയേ. കർത്താവ് 3 പ്രാവശ്യം ഇവിടെ പറയുന്നത്. 24-ാം വാക്യം. കള്ളക്രിസ്തുക്കളും കള്ളപ്രവാചകന്മാരും എഴുന്നേറ്റ് കഴിയുമെങ്കിൽ വൃതന്മാരെയും തെറ്റിപ്പാനായി വലിയ അടയാളങ്ങളും അത്ഭുതങ്ങളും കാണിക്കും. ആരും നിങ്ങളെ തെറ്റിക്കരുത്. എൻ്റെ പേരെടുത്ത് വന്ന് ഞാനാണ് ക്രിസ്തു എന്ന് പറഞ്ഞ് അനേകരെ തെറ്റിക്കും. കള്ളപ്രവാചകന്മാർ വന്ന് തെറ്റിക്കും. കള്ളക്രിസ്തുക്കളും കള്ളപ്രവാചകന്മാരും നമ്മളിവിടെ വായിച്ചു അത്ഭുതങ്ങളും അടയാളങ്ങളും കാണിച്ച് തെറ്റിക്കും. ഇന്ന് മനുഷ്യനെല്ലാം അടയാളങ്ങളുടെയും അത്ഭുതങ്ങളുടെയും പുറകെ പോവുകയാണ്. പീപ്പിൾ ആർ ആഫ്റ്റർ ദിസ് മിറക്കിൾസ്. ഒരു ദൈവദാസൻ എന്ന നിലയിൽ ഞാൻ ഫേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ പറയാം. ഇന്ന് ഇതില്ല എന്ന് പറഞ്ഞാൽ ആളുകൾക്ക് വിശ്വസിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. ക്രിസ്ത്യകോളത്തിലെ കാത്തലിക് കരിസ്മെറ്റിക്സ്, പെന്റിക്കോസ്റ്റൽ കരിസ്മെറ്റിക്സ്, യാക്കോബൈറ്റ് കരിസ്മെറ്റിക്സ്, ഇങ്ങനെ എല്ലാ സഭകളിലും കരിസ്മെറ്റിക്സ് ആയി. എല്ലാ സഭകളും, ഒരു സഭകളിലല്ല, എല്ലാ സഭകളിലുമായി, ലോകവ്യാപകമായി. ഞാൻ ഓർപ്പിച്ചു, ഇറ്റ് ഈസ് എസ്റ്റിമേറ്റഡ് ദാറ്റ് മോർ ദാൻ 600 million പീപ്പിൾ ആർ ഫോളോയിങ് ദിസ് ഫെയ്ത്ത്. ഈ പ്രമാണം ഏതാണ്ട് 600 ദശലക്ഷം ആളുകൾ പിന്തുണക്കുന്നുവെന്ന് കണക്കാക്കപ്പെടുന്നു. പക്ഷേ നമ്മൾ വചനത്തിൽ ശ്രദ്ധിച്ചു, അന്ത്യക്രിസ്തു വരുമ്പോൾ ഉണ്ടല്ലോ, ഈ ടെർമിനൽ ജനറേഷനിലാണല്ലോ, ഉൽപ്രാപണം നടന്ന ആ തലമുറയിലാണല്ലോ അന്ത്യക്രിസ്തുവും പ്രത്യക്ഷപ്പെടുന്നത്. തടുക്കുന്നവൻ വഴി നിന്ന് മാറണം. അപ്പോൾ അവൻ പ്രത്യക്ഷപ്പെട്ടു വരും. അവൻ പ്രത്യക്ഷപ്പെടുന്നത് എങ്ങനെയാണ് നോക്കിയാട്ടെ. 2 തെസ്സലോനിയർ 2 തെസ്സലോനിയർ 2-ാം അധ്യായം. അവന്റെ വരവ് എങ്ങനെയാണെന്ന് നോക്കി. ഇന്ന് കാണുന്ന ഈ കാര്യങ്ങൾ അതിനു വേണ്ടിയുള്ളതാണ്. 2 Thessalonians chapter 2 അതിന്റെ 2-ാം അധ്യായം. അവിടെ അവന്റെ വരവിനെ കുറിച്ച് വായിക്കുന്നു. 7-ാം വാക്യം തുടങ്ങി 6 തൊട്ട് വായിക്കാം. അവൻ സമയത്തിന് മുമ്പേ വെളിപ്പെടാതിരിക്കേണ്ടതിന് ഇപ്പോൾ തടുക്കുന്നത് എന്തെന്ന് നിങ്ങൾ അറിയുന്നു. അധർമ്മത്തിന്റെ മർമ്മം ഇപ്പോഴേ വ്യാപരിക്കുന്നുണ്ട്. ഇതുവരെ തടുക്കുന്നവർ വഴി നിന്ന് നീങ്ങിപ്പോകാൻ മാത്രം വേണം. അപ്പോൾ അധർമ്മൂർത്തി വെളിപ്പെട്ടു വരും. അവനെ കർത്താവായ യേശു തൻ്റെ വായിലെ ശ്വാസത്താൽ ഒടുക്കി തൻ്റെ പ്രത്യക്ഷതയുടെ പ്രഭാവത്താൽ നശിപ്പിക്കും. അധർമ്മമൂർത്തിയുടെ പ്രത്യക്ഷത നശിച്ചു പോകുന്നവർക്ക് സാത്താൻ്റെ വ്യാപാര ശക്തിക്ക് ഒത്തവണ്ണം വ്യാജമായ സകല ശക്തിയോടും അടയാളങ്ങളോടും അത്ഭുതങ്ങളോടും അനീതിയുടെ വഞ്ചനയോടും കൂടെ ആയിരിക്കും. അനീതിയുടെ സകല വഞ്ചനയോടും കൂടെ ആയിരിക്കും. അവർ രക്ഷിക്കപ്പെടുവാൻ തക്കോണം സത്യത്തെ സ്നേഹിച്ച് കൈക്കൊള്ളയാൽ തന്നെ അങ്ങനെ ഭവിക്കും. സത്യത്തെ വിശ്വസിക്കാതെ അനീതിയിൽ രസിക്കുന്ന ഇവർക്കും ന്യായവിധി വരേണ്ടതിന് ദൈവം അവർക്ക് പോഷ്ക്ക് വിശ്വസിക്കുമാറ് വ്യാജത്തിൻ്റെ വ്യാപാര ശക്തി അയക്കും. അന്ത്യക്രിസ്തുവിൻ്റെ വരവ് എങ്ങനെയാണ്? വ്യാജമായ
സാത്താൻ്റെ വ്യാപാര ശക്തിക്ക് ഒത്തവണ്ണം വ്യാജമായ സകല ശക്തിയോടും അടയാളങ്ങളോടും അത്ഭുതങ്ങളോടും കൂടെ ആയിരിക്കും. കള്ളപ്രവാചകന്മാർ വന്ന് അത്ഭുതങ്ങളും അടയാളങ്ങളും കാണിച്ച് നിങ്ങളെ തെറ്റിക്കും. ആരാ പറഞ്ഞത്? കർത്താവ് പറഞ്ഞു. നമുക്ക് തിരുവചനത്തിന്റെ വെളിച്ചം തന്നിരിക്കുകയാണ്. ആന്റി ക്രൈസ്റ്റ് വരുന്നത് ഈ ഈ അത്ഭുതങ്ങളിലൂടെയാണ്. ഇന്ന് ഭൂമിയിൽ കാണുന്ന ഈ കാര്യങ്ങളൊക്കെ അവനെ കൊണ്ടുവരാൻ അവൻ്റെ വഴികളെ ഒരുക്കുകയാണെന്നുള്ളത് ഞാൻ പ്രത്യേകം ഓർപ്പിച്ചോട്ടെ. ഞാനിങ്ങനെ പറയാറുണ്ട്, ഞാനിങ്ങനെ ഓർക്കാറുണ്ട്. മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായത്തിൽ നമ്മൾ വായിച്ചു 21 തൊട്ടുള്ള വാക്യങ്ങൾ. അനേകര് കർത്താവിനോട് വന്ന് പറയും അവൻ്റെ രണ്ടാം വരവിൽ, അതായത് യേശുക്രിസ്തു രണ്ടാമത് മഹത്വ പ്രത്യക്ഷതയിൽ ഭൂമിയിൽ വരുമ്പോൾ നമ്മൾ വായിക്കുന്നുണ്ട്, അവൻ തേജസ്സിൻ്റെ സിംഹാസനിലിരിക്കും. ആ സിംഹാസനിലിരുന്ന് മനുഷ്യനെ ന്യായം വിധിക്കുമ്പോൾ അന്ന് ക്രിസ്തീയ ഗോളത്തിൽ ഉണ്ടായിരുന്ന അനേകർ വന്നു പറയുകയാണ്, നിന്റെ നാമത്തിൽ ഞങ്ങൾ ഇതൊക്കെ ചെയ്തില്ലേ, ഭൂതങ്ങളെ പുറത്താക്കി ഞങ്ങൾ അത്ഭുതങ്ങൾ ചെയ്തു. കർത്താവ് പറയുകയാണ്, ഞാൻ നിങ്ങളെ ഒരു നാളും അറിയുന്നില്ല. ആ വാക്കിന്റെ അർത്ഥം മനസ്സിലായോ? ഒരിക്കൽ അറിഞ്ഞിട്ട് അറിയാതെ പോകുന്നതല്ല. ഐ നെവർ ന്യൂ thee, നോട്ട് ഈവൻ വൺ ടൈം ഐ ഹാവ് നോൺ യു. കർത്താവുമായിട്ട് അവർക്കൊരു ബന്ധം ഉണ്ടായിട്ടില്ല. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ അവർ രക്ഷിക്കപ്പെട്ടവരല്ല. പക്ഷേ അത്ഭുതങ്ങളൊക്കെ നടക്കുകയാണ്, അത്ഭുതങ്ങളും വീര്യപ്രവൃത്തികളും നടക്കുകയാണ്. സാത്താന്റെ വ്യാപാര ശക്തിക്ക് ഒത്തവണ്ണമാണ്. പൈശാചികൻ ലോകത്തെ വഞ്ചിക്കുകയാണ്. നമ്മൾ വെളിപാട് പുസ്തകം 12:9 സാത്താനെ കുറിച്ച് വായിക്കുന്നുണ്ട്. ഭൂതലത്തെ മുഴുവൻ തെറ്റിച്ച് കളയുന്ന പിശാചും സാത്താനും എന്ന പഴയ പാമ്പ് ഭൂതലത്തെ മുഴുവൻ തെറ്റിച്ച് കളയുകയാണ്. ക്രിസ്ത്യ സമൂഹത്തെ തെറ്റിച്ച് കളയുന്നു. നമ്മുടെ കർത്താവ് പറഞ്ഞു, വാൺ ചെയ്തു, നിങ്ങൾ വഞ്ചിക്കപ്പെടരുത്. അനേകർ വഞ്ചിക്കപ്പെടും, നിങ്ങൾ സൂക്ഷിച്ചു കൊള്ളാനായിട്ട് പറഞ്ഞു. എന്നാൽ ഒരു കാര്യം ഞാനൊന്ന് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞോട്ടെ. കള്ളപ്രവാചകന്മാർ, മത്തായി 24:11 കർത്താവ് പറഞ്ഞു, കള്ളപ്രവാചകന്മാർ വന്ന് പലരെയും തെറ്റിച്ച് കളയും. പലരുടെയും മനസ്സിൽ തെറ്റിദ്ധാരണയുണ്ട്, എന്താണ് ഈ പ്രവാചകൻ? ഞാൻ ഗിഫ്റ്റ് ഓഫ് ദ ഹോളി സ്പിരിറ്റ് പഠിച്ചപ്പോഴാണ്, അതായത് ആദ്യം ദൈവസഭയ്ക്ക് കൊടുത്തിരിക്കുന്ന കൃപാവരം അപ്പോസ്തലന്മാരായി. അതിൻ്റെ ശേഷം പ്രവാചകന്മാരെ കൊടുത്തു. അപ്പോസ്തലന്മാരുടെ കൂടെ തന്നെ പ്രവാചകന്മാരെ കൊടുത്തു. എന്തിനായി പ്രവാചകന്മാരെ അന്ന് കൊടുത്തത്? എഫേസ്യ ലേഖനത്തിൽ വായിക്കുന്നു, ഞാൻ എല്ലാ വാക്യങ്ങളും എടുത്ത് വായിക്കുന്നില്ല. അതായത് സഭയെക്കുറിച്ചുള്ള മർമ്മം, മറിഞ്ഞിരുന്ന മർമ്മം മുമ്പ് ഈ അപ്പോസ്തലന്മാർക്കും പ്രവാചകന്മാർക്കും വെളിപ്പെട്ടതുപോലെ വെളിപ്പെട്ടിരുന്നില്ല. അവ സഭയുടെ മർമ്മങ്ങൾ വെളിപ്പെട്ട് കിട്ടിയത് അപ്പോസ്തലന്മാർക്കും പ്രവാചകന്മാർക്കുമാണ്. എന്തിനായി പ്രവാചകന്മാരെ ദൈവം എഴുന്നേൽപ്പിച്ചത് അപ്പോസ്തലന്മാരുടെ കൂടെ? അപ്പോസ്തലന്മാരുടെ കാലത്ത് തന്നെ ലോകത്തിൽ അറിയപ്പെട്ട എല്ലായിടങ്ങളിലും സ്ഥലസഭകളുണ്ടായി, പുതിയ നിയമസഭകളുണ്ടായി. പൗലോസൊക്കെ പറയുന്നില്ലേ, ഞാൻ ഇല്ലുരിയ ദേശം ചുറ്റി സഞ്ചരിച്ച് സുവിശേഷ ഘോഷണം പൂരിപ്പിച്ചു, ഇനി ഈ ദിക്കുകളിലെങ്ങും സ്ഥലമില്ല. 30 വർഷമേ എടുത്തുള്ളൂ, 30 years. അവരറിയപ്പെട്ട ലോകത്തിൽ മുഴുവൻ സുവിശേഷം അറിയിച്ചു, സഭകൾ സ്ഥാപിച്ചു. ഞാൻ ചോദിച്ചോട്ടെ, ഈ അപ്പോസ്തലന്മാർ 12 പേരേ ഉള്ളൂ, മത്തിയാസനങ്ങളെ കൂട്ടിയാൽ 12 പേരേ ഉള്ളൂ. ഈ സഭകളിലെല്ലാം ഉപദേശങ്ങൾ പറഞ്ഞു കൊടുക്കണം. പുതിയ നിയമസഭയുടെ ഉപദേശങ്ങൾ എത്ര പേര് പറയും? ഈ 12 അപ്പോസ്തലന്മാർ എവിടെയെല്ലാം പോകും? ദൈവം അന്ന് ചെയ്ത കരുണയാണ്, അപ്പോസ്തലന്മാരുടെ കൂടെ പ്രവാചകന്മാരെ എഴുന്നേൽപ്പിച്ചു. യൂദാസും ശീലാസും പ്രവാചകന്മാരാകെ കൊണ്ട് പല വചനങ്ങളാൽ ദൈവ ജനങ്ങളെ പ്രബോധിപ്പിച്ച് വചനം അവരെ ഉറപ്പിച്ചു. ദൈവവചനം പറയുവാനായിട്ട് ചിലരെ എഴുന്നേൽപ്പിച്ചു, അത് പ്രവാചകന്മാരാണ്. എന്നാൽ
ഞാൻ ഒന്നുകൂടെ ഡീറ്റെയിൽ ആയിട്ട് പറയാൻ പോവുകയാണ്. കാരണം ഇന്ന് പലർക്കും ചിലരെ അങ്ങനെ തന്നെ പേരെടുത്തവരുണ്ട്. പ്രവാചകന്മാരെന്ന് പറഞ്ഞ് പ്രവാചകനും പ്രവാചകി എന്നും പറഞ്ഞ് ചിലർ പേരെടുത്ത് വരുന്നുണ്ട്. ആളുകളെ തെറ്റിക്കാൻ, മുതലെടുക്കാൻ, പൈസ ഉണ്ടാക്കാൻ വരുന്നുണ്ട്. അവരുടെ ധാരണ ഇവർ ഭാവി പറയുകയാണെന്ന്. പക്ഷേ ബൈബിളിൽ, പുതിയ നിയമത്തിൽ നമ്മൾ ഓർക്കണം, അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും എന്ന അടിസ്ഥാനത്തിൽ സഭയപ്പെടുന്നു. പഴയ നിയമ കാലഘട്ടങ്ങളിൽ കാണുന്ന പ്രവാചകന്മാരുടെ കൂട്ടത്തിലല്ല പുതിയ നിയമ പ്രവാചകന്മാർ. അങ്ങനെയായിരുന്നെങ്കിൽ കണ്ടിന്യൂവേഷൻ പറഞ്ഞേനെ പ്രവാചകന്മാരുടെയും അപ്പോസ്തലന്മാരുടെയും അടിസ്ഥാനത്തിൽ സഭയെ പണിതുവന്ന്. അങ്ങനെയല്ല പറഞ്ഞത്. സഭയ്ക്ക് ആദ്യം കൊടുത്തത് അപ്പോസ്തലന്മാരെയാണ്. അപ്പോസ്തലന്മാരും പിന്നീട് പ്രവാചകന്മാർ. അപ്പോസ്തലന്മാരുടെയും പ്രവാചകന്മാരുടെയും അടിസ്ഥാനത്തിന്മേലാണ് സഭയെ പണിതിരിക്കുന്നതെന്ന് എഫേസ്യ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. എഫേസ്യ ലേഖനത്തിൽ ഈ പ്രവാചകന്റെ ജോലി എന്തായിരുന്നു? നമുക്ക് പത്രോസിന്റെ ലേഖനം തന്നെ എടുക്കാം. 2 പത്രോസ്. നമ്മൾ നേരത്തെ വായിച്ച ആ വേദഭാഗം തന്നെ ഒന്ന് ശ്രദ്ധിക്കാം. അവിടെ നമുക്ക് വെളിച്ചം കിട്ടുന്നുണ്ട് ഈ പ്രവാചകന്മാരുടെ ജോലി എന്തായിരുന്നു. 2-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം. 2 Peter chapter 2 verses 1. എന്നാൽ കള്ളപ്രവാചകന്മാരും ജനത്തിനിടയിൽ ഉണ്ടായിരുന്നു. അങ്ങനെ നിങ്ങളുടെ ദുരുപദേഷ്ടന്മാരുണ്ടാകും. ആ വാക്യത്തിന്റെ വെളിച്ചത്തിൽ ആരാണ് ഈ കള്ളപ്രവാചകന്മാർ? കള്ളപ്രവാചകന്മാർ ജനത്തിനിടയിൽ ഉണ്ടായിരുന്നു. അങ്ങനെ നിങ്ങളുടെ ഇടയിൽ ദുരുപദേഷ്ടന്മാരുണ്ടായിരുന്നു. അപ്പൊ പ്രവാചകൻ എന്ന് പറയുന്നത് ഇവിടെ ഉപദേഷ്ടാവാണ്. കള്ളപ്രവാചകൻ എന്ന് പറയുമ്പോൾ ദുരുപദേഷ്ടാവാണ്. ഞാൻ അല്പം കൂടി ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞോട്ടെ. ഞാൻ ആ വാക്ക് ഇരുന്ന് അപഗ്രഥിക്കുകയുണ്ടായി. ഗ്രീക്ക് ഭാഷയിലെ, നമുക്കറിയാം പുതിയ നിയമം എഴുതിയിരിക്കുന്നത് ഗ്രീക്ക് ഭാഷയിലാണ്. ഗ്രീക്ക് ഭാഷയിലെ ഈ പ്രൊഫറ്റ് എന്നുള്ളതിന് 2 വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. പ്രോ ഫിമി, പ്രോ എന്നും ഫിമി എന്നും. പ്രോ എന്ന് പറഞ്ഞാൽ ബിഫോർ എന്നാണ്. പ്രോ, ബിഫോർ ഓർ ഫോർ. പ്രോ എന്ന് പറഞ്ഞാൽ ബിഫോർ ഓർ ഫോർ. ഫീമി എന്ന് പറയുമ്പോൾ ആ വാക്കിന്റെ അർത്ഥം ടു സ്പീക്ക്, സ്പീക്ക് ഫോർ. ഞാൻ തെളിവ് തരാൻ പോവുകയാണ്. നമുക്ക് മോശയുടെ കാര്യം തന്നെ എടുക്കാം. മോശ പറഞ്ഞു, ഞാൻ വിക്കനാ, എനിക്ക് സംസാരിക്കാൻ അറിയില്ല. ഫറവോനോട് സംസാരിക്കാൻ മോശയെ പറഞ്ഞു കൊടുക്കുകയാണ്. ഞാൻ വിക്കനാണ്. മോശ പോകാൻ മടിച്ചു. മറ്റാരെങ്കിലും അയക്കണം എന്ന് പറഞ്ഞു. കർത്താവ് മോശയോട് കോപിച്ചു, നീ ഇനിയും പറയരുത്. നിനക്കൊരു സഹോദരനുണ്ട് അഹരോൻ. അവിടെ പറഞ്ഞ വാക്ക് നോക്കിയാട്ടെ. പുറപ്പാട് പുസ്തകത്തിലെ നമ്മൾ വായിക്കുന്നു. പുറപ്പാട് പുസ്തകത്തിൽ 4-ാം അധ്യായത്തിൻ്റെ 16-ാമത്തെ വാക്യം നോക്കിയാട്ടെ. എക്സോഡസ് ചാപ്റ്റർ 4 വേഴ്സ് 16, 16-ാം വാക്യം. നിനക്ക് പകരം അവൻ ജനത്തോട് സംസാരിക്കും, അവൻ നിനക്ക് വായായിരിക്കും, നീ അവന് ദൈവമായിരിക്കും. നിന്റെ സഹോദരൻ അഹരോനെ കുറിച്ചാണ് പറയുന്നത്. അവന് നല്ലവണ്ണം സംസാരിക്കാൻ അറിയാം. നമ്മൾ വായിക്കുന്നുണ്ട് 14-ാം വാക്യത്തില്, യഹോവയുടെ കോപം മോശയുടെ നേരെ ജ്വലിച്ചു. അവൻ അരുളി ചെയ്തത്, ലേവ്യനായ അഹരോൻ നിന്റെ സഹോദരൻ അല്ലയോ? അവൻ നല്ലവണ്ണം സംസാരിക്കും എന്ന് ഞാൻ അറിയുന്നു. എന്നിട്ട് 16-ാം വാക്യം, നിനക്ക് പകരം അവൻ ജനത്തോട് സംസാരിക്കും. ഇനി നമുക്ക് 7-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം നോക്കിയേ. പുറപ്പാട് പുസ്തകം 7-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം. യഹോവ മോശയോട് അരുളി ചെയ്ത്, നോക്കൂ, ഞാൻ നിന്നെ ഫറവോന് ദൈവമാക്കിയിരിക്കുന്നു. നിന്റെ സഹോദരൻ അഹരോൻ നിനക്ക് പ്രവാചകനായിരിക്കും. ആ വാക്കുണ്ടോ? നിന്റെ സഹോദരനായ അഹരോൻ നിനക്ക് പ്രവാചകനായിരിക്കും. ഈ അഹരോൻ മോശയോട് പ്രവചിച്ചു പറയുകയാണോ? അല്ല. നമ്മൾ കേട്ടത് എന്താ? അവൻ നന്നായി സംസാരിക്കും, അവൻ നിനക്ക് വായായിരിക്കും. നിനക്ക് പറയാനുള്ളത് അഹരോൻ പറഞ്ഞോളും. പ്രോഫിമി, വൺ ഹൂ സ്പീക്സ് ഫോർ. ദൈവവചനത്തിൽ ആ പ്രവചന ശുശ്രൂഷ എന്ന് പറയുന്നത് കർത്താവിന് വേണ്ടി സംസാരിക്കുന്നവരാണ്. വൺ ഹൂ സ്പീക്സ് ഫോർ ഗോഡ് ഈസ് എ പ്രൊഫറ്റ്.
ആരോ ഒരു ദൈവദാസൻ എഴുതി, പ്രൊഫറ്റ് എന്ന് പറയുന്നത് ലൗഡ് സ്പീക്കർ എന്ന്. ഹീ സ്പീക്കിംഗ് ഫോർ ഗോഡ്. അവൻ കർത്താവിന് വേണ്ടി സംസാരിക്കുകയാണ്. നോക്കുക, അപ്പം നമ്മുടെ കർത്താവ് പറഞ്ഞ വാക്ക്, മത്തായിയുടെ സുവിശേഷം നോക്കിക്കാട്ടെ. മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായം 11-ാം വാക്യം. കള്ളപ്രവാചകന്മാർ പലരും വന്ന് അനേകരെ തെറ്റിക്കും. കള്ളപ്രവാചകൻ ദുരുപദേഷ്ടാവാണെന്ന് പത്രോസ് രേഖപ്പെടുത്തി. 24-ാം വാക്യത്തിലും കള്ളക്രിസ്തുക്കളും കള്ളപ്രവാചകന്മാരെ എഴുന്നേറ്റ് അടയാളങ്ങളും അത്ഭുതവും ഒക്കെ കാണിച്ച് പലരെയും തെറ്റിച്ച് കളയും. എന്നെ സഹോദരന്മാരെ, നമ്മൾ പ്രത്യേകം ഓർക്കുക, ഇവരെ സൂക്ഷിച്ചു കൊള്ളുവാനായിട്ട് കർത്താവ് പറഞ്ഞു. അനേകർ ഇതിൻ്റെ പുറകെ പോകും. എന്തുകൊണ്ടാണ് ക്രിസ്ത്യ സമൂഹത്തിൽ ആളുകൾ തെറ്റിപ്പോകുന്നത്? ഒരുപാട് പേര് തെറ്റിപ്പോവുകയാണ്. ഒരുപാട് പേരെന്ന് പറഞ്ഞാൽ വലിയൊരു സമൂഹമാണ് തെറ്റിപ്പോകുന്നത്. ഞാൻ ഓർത്തിട്ടുണ്ട്, ഇത് തെറ്റാണെന്ന് ഒരാളെ പറഞ്ഞൊന്ന് മനസ്സിലാക്കണമെങ്കിൽ മണിക്കൂറുകൾ ഈ കൃപാവരങ്ങളും ഇങ്ങനെയുള്ള വിഷയങ്ങളും പറഞ്ഞ് മനസ്സിലാക്കാതെ, അത് തുറന്ന ഹൃദയത്തോട് അംഗീകരിക്കാൻ മനസ്സില്ലെങ്കിൽ അത് ശരിയാണെന്ന് ഗ്രഹിക്കാനായിട്ട്, അവർ പറയുന്നത് തെറ്റാണെന്ന് ഗ്രഹിക്കാൻ ബുദ്ധിമുട്ടാണ്. എന്നാൽ എന്തുകൊണ്ടാണ് ഇവർ തെറ്റിപ്പോകുന്നത്? ഏതായാലും ഒരു കാര്യം തീർത്ത് നമുക്ക് മനസ്സിലായി. നമ്മുടെ കർത്താവിൻ്റെ വാക്കുകളിലൂടെ ഒരു കാര്യം മനസ്സിലായി, ഇത് ക്രിസ്ത്യ കോണത്തിലുള്ള സമൂഹമാണ് തെറ്റിപ്പോകുന്നത്. അതുകൊണ്ടാണ് അനേകർ അന്ന് വന്ന് നിന്റെ നാമത്തിൽ ഞങ്ങൾ ഇതൊക്കെ ചെയ്തു എന്ന് പറയുന്നത്. നമ്മുടെ കർത്താവ് തന്നെ പറഞ്ഞ ഒരു വാക്യം ഞാൻ എടുത്തോട്ടെ. 22-ാമത്തെ അധ്യായം, മാത്യു 22, അതിൻ്റെ 29-ാം വാക്യം വളരെ പ്രാധാന്യതയുണ്ടല്ലോ എന്ന് ഞാൻ ഓർത്തു. മാത്യു 22:29. അതിന് യേശു ഉത്തരം പറഞ്ഞത്, നിങ്ങൾ തിരുവെഴുത്തുകളെയും ദൈവശക്തിയെ അറിയായക കൊണ്ട് തെറ്റിപ്പോകുന്നു. അനേകർ നിങ്ങളെ തെറ്റിക്കും. എന്നുകൊണ്ടാണ് തെറ്റിപ്പോകുന്നത്? യീ ഡു എർ നോട്ട് നോയിങ് ദ സ്ക്രിപ്ചർ. വചനം അറിയായക കൊണ്ട് നിങ്ങളെ തെറ്റിക്കും. ഞാൻ ഇംഗ്ലീഷ് ബൈബിൾ ഉപയോഗിക്കുന്നത് NKJV, ന്യൂ കിങ്സ് ജെ വേർഷൻ. ന്യൂ കിങ്സ് ജെ വേർഷനകത്ത് യു ആർ മിസ്റ്റേക്കൺ, മാർജിനിലെ ഡിസീവ്ഡ് എന്നാണ്. യു ആർ മിസ്റ്റേക്കൺ ഓർ യു ആർ ഡിസീവ്ഡ്. എന്താ കാരണം? യു ആർ നോട്ട് നോയിങ് ദ സ്ക്രിപ്റ്റേഴ്സ്. വചനം അറിയാത്തത് കൊണ്ട് തെറ്റിപ്പോകും കേട്ടോ. നമ്മുടെ പിള്ളേരൊക്കെ ലോകത്തിൽ പല സ്ഥലത്തും, നമ്മുടെ ഇളം തലമുറകളിൽപ്പെട്ട പലരും നമ്മുടെ സഭകൾ വിട്ട് ഇവരുടെ കൂട്ടത്തിലൊക്കെ പോകുന്നതായിട്ട് ഞാൻ അറിഞ്ഞു, മനസ്സിലാക്കി. എന്താ കാരണം? ഒരു കാരണമേ ഉള്ളൂ, അവർക്ക് വചനം അറിഞ്ഞുകൂടാ. ഞാൻ ചോദിച്ചോട്ടെ, ഞാൻ ഇങ്ങനെ പറയാറുണ്ട്, കർത്താവിൻ്റെ അത്ഭുതകരമായ കൃപയും കരുണയും കൊണ്ട് പലരെയും കർത്താവിലേക്ക് കൊണ്ടുവരാനായിട്ടുള്ള ഭാഗ്യം ഞാനതൊരു ഭാഗ്യമായി കാണുന്നു. ദൈവം എൻ്റെ ജീവിതത്തിലൂടെ എനിക്ക് നൽകി. എന്നാൽ അവർ കർത്താവിൻ്റെ ഭാഗത്ത് വന്നു എന്നുള്ളത് മാത്രമല്ല, ഈ സത്യത്തിൽ അവർ തുടരുന്നു, നിൽക്കുന്നു എന്നുള്ളത്, അതിലും സന്തോഷമാണ് എൻ്റെ മനസ്സിൽ. അനേക സ്ഥലങ്ങളിൽ രക്ഷിക്കപ്പെട്ട് അങ്ങനെ വന്നവരുണ്ട്. അവർ ദൈവവചനം മനസ്സിലാക്കി ഏതെങ്കിലും വിധത്തിൽ പഠിപ്പിക്കുകയോ പഠിക്കുകയോ ചെയ്യാനായിട്ട് ദൈവം അവസരങ്ങൾ നൽകി. ഞാൻ ഇങ്ങനെ പറയാറുണ്ട്, ഒരിക്കൽ വചനം ഗ്രഹിച്ചു കഴിഞ്ഞാൽ പിന്നെ സാത്താൻ അവരെ തെറ്റിക്കാനൊക്കില്ല. കർത്താവ് വിതയ്ക്കുന്ന ഉപമ പറഞ്ഞു 13-ാം അധ്യായത്തിൽ, മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായത്തിൽ. അവിടെ ആ പറവകൾ വന്ന് ചില വിതച്ചത് എടുത്ത് കൊണ്ടുപോകും. 13-ാം അധ്യായത്തിൻ്റെ 4-ാം വാക്യം നോക്കിയേ. വിതയ്ക്കുമ്പോൾ ചിലത് വഴിയരികിൽ വീണു, പറവകൾ വന്ന് അത് തിന്നു കളഞ്ഞു. പറവകൾ വന്ന് തിന്നുകയാണ്.
നമ്മുടെ കർത്താവ് അതിനെ വ്യാഖ്യാനിച്ചു തന്നു. വചനം നോക്കിയാട്ടെ, അതിൻ്റെ 19-ാം വാക്യം. ഒരുത്തൻ രാജ്യത്തിൻ്റെ വചനം കേട്ടിട്ട് ഗ്രഹിക്കാഞ്ഞാൽ ദുഷ്ടൻ വന്ന് അവൻ്റെ ഹൃദയത്തിൽ വിതയ്ക്കപ്പെട്ട എടുത്തു കളയും. ഓ, നമ്മുടെ കർത്താവിൻ്റെ വാക്കുകൾ എത്ര അർത്ഥപൂർണമാണ്. ഗ്രഹിക്കായാൽ ദുഷ്ടൻ എടുത്തുകൊണ്ട് പോകും. ഗ്രഹിച്ചാലോ ദുഷ്ടൻ എടുക്കത്തില്ല. ഗ്രഹിച്ചാൽ ദുഷ്ടൻ എടുക്കത്തില്ല. ഗ്രഹിക്കായാൽ ദുഷ്ടൻ എടുത്തുകൊണ്ട് പോകും. എൻ്റെ പ്രിയപ്പെട്ടവരോട് പറയട്ടെ, ഒരു ബ്രദറുകാരനായിട്ട് വേർപെട്ട ഒരു വിശ്വാസിയായിട്ട് നിലനിൽക്കണമെങ്കിൽ ഒറ്റ മാർഗമേ ഉള്ളൂ. അവരുടെ സഭയിൽ പ്രശ്നമുണ്ടായേക്കാം. ആത്മീയമായി അവർ ആഗ്രഹിക്കുന്ന വിധത്തിലൊന്നും ആ സഭയുടെ നിലവാരമില്ലായിരിക്കാം. അനേക പ്രശ്നങ്ങൾ, കംപ്ലൈൻ്റ് ചെയ്യാനൊക്കെ അവർക്ക് കാണും. അവർ ആ സഭ വിട്ടുപോകില്ല. എന്താ കാരണം? അവർ ദൈവവചനം പഠിച്ചിട്ടുണ്ടെങ്കിൽ, ദൈവവചനം ഗ്രഹിച്ചെങ്കിൽ. കർത്താവാണ് പറഞ്ഞത്, ഗ്രഹിക്കായികയാൽ അവരുടെ ഹൃദയത്തിൽ വിതയ്ക്കപ്പെട്ടത് എടുത്തുകൊണ്ട് പോകും. ഗ്രഹിച്ചാൽ ദുഷ്ടനെടുക്കാൻ കഴിയില്ല. നമ്മുടെ കർത്താവ് 22-ാം അധ്യായത്തിൻ്റെ 29-ൽ പറഞ്ഞ ചേർത്ത് ചിന്തിച്ചാട്ടെ. 22-ന്റെ 29-ാം വാക്യത്തില് നമ്മുടെ കർത്താവ് പറഞ്ഞതൊന്ന് ശ്രദ്ധിച്ചാട്ടെ പ്രിയപ്പെട്ടവരെ. 22-ന്റെ 29, നിങ്ങൾ തിരുവെഴുത്തുകളെ ദൈവശക്തിയെ അറിയായിക്കൊണ്ട് തെറ്റിപ്പോകുന്നു. യു ആർ നോട്ട് നോയിങ് ദ സ്ക്രിപ്ചേഴ്സ്. വാട്ട് ഈസ് ദ സേഫസ്റ്റ് വേ ഓർ തിങ് ടു ഡു ഇൻ ദിസ് എൻഡ് ടൈം? നമ്മുടെ കുഞ്ഞുങ്ങൾ വളർന്നു വരുന്നു. ഈ കാലത്തിൻ്റെ അന്ത്യത്തിൽ നമ്മുടെ കർത്താവ് പറഞ്ഞ പോലെ അനേകർ നമ്മൾ തിരുവനന്തപുരത്ത് നിന്ന് കണ്ടു. കുറച്ചു പേരല്ല, മെനി 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 വിൽ ബി ഡിസീവ്ഡ്. കഴിയുമെങ്കിൽ വൃതന്മാരെയും തെറ്റിക്കും, ക്രിസ്തീയ കോളത്തിൽ തന്നെ തെറ്റിക്കും. ഇത് സംഭവിക്കുമ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങൾ സുരക്ഷിതമായിരിക്കാൻ, നമ്മൾ സുരക്ഷിതമായിരിക്കാൻ, അവർ തെറ്റിപ്പോകാതിരിക്കാൻ എന്താ മാർഗം? അവരെ ദൈവവചനം പഠിപ്പിക്കണം. ദൈവവചനം പഠിപ്പിക്കണം. അവരെ പഠിക്കണം. ഡിസ്റ്റിങ്റ്റീവ്നെസ് ഓഫ് അവർ ഫെയ്ത്ത്, ഡിസ്റ്റിങ്റ്റീവ്നെസ് ഓഫ് വാട്ട് വി ബിലീവ്. ഞാൻ എന്തുകൊണ്ട് ഒരു ബ്രദറുകാരനായിട്ടിരിക്കുന്നു? എന്താണ് എൻ്റെ പിതാക്കന്മാർ എല്ലാം ഉപേക്ഷിച്ച് മുറുകെ പിടിച്ച ഉപദേശത്തിൻ്റെ പ്രത്യേകതകൾ? അറിഞ്ഞാൽ, കർത്താവ് പറഞ്ഞു, ഗ്രഹിച്ചാൽ ദുഷ്ടനെടുക്കാൻ കഴിയില്ല. എന്നാൽ ഗ്രഹിക്കാതിരുന്നാൽ ദുഷ്ടനെടുത്തുകൊണ്ട് പോകും. നിങ്ങൾ ദൈവശക്തിയെ തിരുവെഴുത്തുകളെയും അറിയായിക്കൊണ്ട് തെറ്റിപ്പോകും. ഈ കാലയളവിൽ, ഈ വഞ്ചനകൾ നിറയുന്ന നാളുകളിൽ നമുക്ക് സുരക്ഷിതമായി നിൽപ്പാൻ ഒറ്റ മാർഗമേ ഉള്ളൂ. നാം ഈ വചനം മുറുകെ പിടിക്കണം, ശരിയായി മനസ്സിലാക്കണം. ഞാൻ വീണ്ടും മുന്നോട്ട് പോകട്ടെ. നമ്മുടെ കർത്താവ് താൻ നമുക്ക് നൽകിയ വചനമുണ്ടല്ലോ. കർത്താവ് നമുക്ക് 2 കാര്യങ്ങൾ തന്നു. എൻ്റെ വചനം ഞാൻ അവർക്ക് കൊടുക്കുന്നു, എൻ്റെ സന്തോഷം ഞാൻ അവർക്ക് കൊടുക്കുന്നു. ദൈവത്തിൻ്റെ വചനവും ദൈവത്തിൻ്റെ സന്തോഷവും നമുക്ക് നൽകിയിട്ടാണ് അവൻ പോയത്. ഈ വചനം നമുക്ക് തരുമ്പോൾ യോഹന്നാന സുവിശേഷം 7-ാം അധ്യായം നോക്കിയാട്ടെ. യോഹന്നാന സുവിശേഷം 7-ാം അധ്യായം അതിൻ്റെ 16 തൊട്ടുള്ള വാക്യം. 16 തൊട്ട്. യേശു അവരോട് ഉത്തരം പറഞ്ഞത്, എൻ്റെ ഉപദേശം എൻ്റേതല്ല, എന്നെ അയച്ചവൻ്റേതാത്രേ. എൻ്റെ ഉപദേശം, മൈ ഡോക്ട്രിൻ ഈസ് നോട്ട് മൈൻ. ഇംഗ്ലീഷിൽ ഡോക്ട്രിൻ എന്നാണ്. മൈ ഡോക്ട്രിൻ ഈസ് നോട്ട് മൈൻ, എന്നെ അയച്ചവൻ്റേതാണ്. അവൻ്റെ ഇഷ്ടം ചെയ്യുവാൻ ഇച്ഛിക്കുന്നവൻ അത് ദൈവത്തിൽ നിന്നുള്ളതാണോ എന്നറിയും. ഞാൻ വചനം പഠിപ്പിക്കുമ്പോൾ എടുത്ത് പഠിപ്പിക്കുന്ന ഒരു കാര്യമാണ് 2 തിമോഥെയോസ് 1-ാം അധ്യായത്തിൻ്റെ 13-ാം വാക്യത്തില്, ഈ നല്ല ഉപനിധി നമ്മിൽ അധിവസിക്കുന്ന പരിശുദ്ധാത്മാവിനാൽ സൂക്ഷിക്കുക. അവിടെ ഹോൾഡ് ഫാസ്റ്റ് ദ ഫോം ഓഫ് സൗണ്ട് വേർഡ്. സൗണ്ട് വേർഡ്, പഥ്യവചനം, ശരിയായ വചനം മുറുകെ പിടിക്കണം. അറിഞ്ഞില്ലെങ്കിൽ തെറ്റിപ്പോകും. എല്ലാം ഒരുപോലാണെന്ന് തോന്നും.
തെറ്റിപ്പോകും. ഈ ഉപദേശം എന്ന് പറഞ്ഞാൽ എന്താ? ഡോക്ട്രിൻ ഈസ് എ പ്രിൻസിപ്പിൾ ഓർ ട്രൂത്ത് ഇൻ സ്ക്രിപ്ചർ റിലേറ്റിംഗ് അവർ ഫെയ്ത്ത്. നമ്മുടെ വിശ്വാസത്തോടുള്ള ബന്ധത്തിൽ സത്യങ്ങളാണ് ഈ ഉപദേശം. ഫ്രാങ്ക് ഹോൾമാൻ എന്ന് പറയുന്ന ഒരു ദൈവദാസൻ ഇങ്ങനെ പറഞ്ഞു. ഞാനത് കുറിച്ചെടുത്തു. എനിക്ക് വളരെ ഇഷ്ടം തോന്നി അദ്ദേഹത്തിൻ്റെ ആ പ്രയോഗം. റൈറ്റ് ഡോക്ട്രിൻ ഈസ് ദ ബേസിസ് ഓഫ് റൈറ്റ് ആക്ഷൻ. ഡോക്ട്രിൻ പ്രൊവൈഡ്സ് ദ ഡിവൈൻ റീസൺ ഫോർ ഓർ അഗെയിൻസ്റ്റ് എ ലൈൻ ഓഫ് കോണ്ടാക്ട്. ഉപദേശങ്ങൾ ഞാൻ അതിനോട് ചേരണോ വേണ്ടായോ എന്ന് എന്നെ പഠിപ്പിക്കും. ഞാനൊരു വേർപെട്ട സമൂഹത്തിലെ വേർപാട് ബ്രദറിലെ ഒരു സുവിശേഷകനാണ്, ദൈവദാസനാണ്. ദൈവവചനം പഠിപ്പിക്കുകയും പ്രസംഗിക്കുകയും ഒക്കെ ചെയ്യുന്നു. നിങ്ങളെൻ്റെ ജീവിതം പരിശോധിച്ചാൽ അറിയാം, ഞാൻ പലതിനോടും ഞാൻ ചേരത്തില്ല. കാരണം ഉപദേശപരമായിട്ട് എനിക്ക് ചില കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ട്. ആ ഉപദേശം എന്നെ പഠിപ്പിച്ചിട്ടുണ്ട് അതിനോട് ചേരണോ വേണ്ടായോ എന്ന്. കർത്താവ് പണിയുന്നത് സഭയാണ്. ഞാൻ എൻ്റെ സഭയെ പണിയും. ഞാനൊരു സംഘടന പണിയാൻ പോകുന്ന ആളല്ല. ഞാൻ അതിനു വേണ്ടി എൻ്റെ കഴിവും പണവും ചെലവഴിക്കുന്ന ഒരാളല്ല. എൻ്റെ കഴിവും പണവും ഒക്കെ ഞാൻ ചെലവഴിക്കുന്നത് എൻ്റെ കർത്താവ് എന്ത് ചെയ്യുന്നോ അതിനോട് ചേർന്ന് ചെയ്യുക. കർത്താവ് എന്തിനാണ് ഏർപ്പെട്ടിരിക്കുന്നത്? തൻ്റെ സഭയെ പണിയാണ്. ആ സഭയുടെ പണിയാണ് ഞാൻ നോക്കേണ്ടത്. നോക്കുക, റൈറ്റ് ഡോക്ട്രിൻ ഗിവ്സ് മീ എ റൈറ്റ് റീസൺ ഫോർ ഓർ അഗെയിൻസ്റ്റ് എ ലൈൻ ഓഫ് കോണ്ടാക്ട്. ഞാൻ ചിലതിനോട് ചേരണോ വേണ്ടായോ എന്ന് എന്നെ ശരിയായി പഠിപ്പിച്ചു തരും. ശരിയായ ഉപദേശം ഞാൻ മനസ്സിലാക്കുമ്പോൾ നമ്മൾ ഓർക്കണം, ഇത് മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ പ്രത്യേകം ഓർത്താട്ടെ. എന്നാൽ ഇത് ഞാൻ മനസ്സിലാക്കിക്കൊണ്ടിരുന്നപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി. വാട്ട് യു ബിലീവ് ഡിറ്റർമൈൻസ് ഹൗ യു ബിഹേവ്. നിങ്ങൾ എന്തു വിശ്വസിക്കുന്നോ അതിനെ ആസ്പദമാക്കിയാണ് നിങ്ങൾ ബിഹേവ് ചെയ്യുന്നത്. ഞാൻ ഒരിക്കൽ സിംഗപ്പൂരിൽ ഒരു വലിയ ബ്രദറിൻ ചർച്ചുണ്ട്. 600 പേരുള്ള ഒരു ബ്രദറിൻ ചർച്ച്. മിക്കവാറും ആളുകൾ ചൈനീസ് ഒറിജിൻ ബിലീവേഴ്സാണ് സിംഗപ്പൂരിലുള്ളവർ. എനിക്കവരെ ഒരു മലയാളീസ് ഉണ്ടോ എന്ന് പോലും എനിക്കറിയില്ല. എന്നെ ഒരിക്കലും ശുശ്രൂഷിക്കാൻ വിളിച്ചു. ഞാൻ അവിടെ പോയി. അവരുടെ ഒരു ഫാമിലി കോൺഫറൻസിനാണ്. ഫാമിലി കോൺഫറൻസിന് മലേഷ്യയിൽ ചെന്നു. മലേഷ്യയിൽ നിന്ന് സിംഗപ്പൂരിലാണ് ഈ കോൺഫറൻസ് നടക്കുന്നത്. അപ്പം സിംഗപ്പൂരിൽ നിന്ന് മലേഷ്യയിലോട്ട് പോകണം അവിടെ കോൺഫറൻസ്. എന്നെ കാറിൽ കൊണ്ടുപോകാനായിട്ട് ഒരു പ്രത്യേക ഫാമിലി അറേഞ്ച് ചെയ്തു. ആ ഫാമിലിയാണ് എന്നെ കൊണ്ടുപോകുന്നത്. അയാൾ 2 പേര് സിംഗപ്പൂരുകാരാണ്. പക്ഷേ ഈ സിംഗപ്പൂരിലെ ഈ സഹോദരൻ്റെ ഭാര്യ ഒരു ജാപ്പനീസ് ലേഡിയാണ്. ജപ്പാനിലെ റൂട്ടുള്ള ജനിച്ചു വളർന്ന ഒരു സഹോദരൻ രക്ഷിക്കപ്പെട്ടു വന്ന സിംഗപ്പൂർ സിറ്റിസണാണ്. അവരെ കാറിലാണ് എന്നെ കൊണ്ടുപോയത്. ഞങ്ങൾ ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചു. അവരുടെ പിതാവ് എന്നോട് പറഞ്ഞു, എൻ്റെ ഫാദർ ഒരു നിരീശ്വരനാണ്. ആ സഹോദരി പറയുകയാണ്, എൻ്റെ ഫാദർ ഒരു നിരീശ്വരനാണ്. അപ്പം അതിൻ്റെ കാരണം എന്നാണെന്നറിയാം? രണ്ടാം ലോകയുദ്ധകാലത്തിൽ ജപ്പാനിലുള്ള പടയാളികൾ വിശ്വസിച്ചു, അല്ലെങ്കിൽ അവിടെയുള്ള ജനങ്ങൾ വിശ്വസിച്ചു, അവരുടെ ചക്രവർത്തി ദൈവത്തിൻ്റെ അവതാരമാണ്. ചക്രവർത്തി ദൈവത്തിൻ്റെ അവതാരമാണെന്ന് അവർ വിശ്വസിച്ചേ. അതുകൊണ്ട് ഈ ചക്രവർത്തിക്ക് വേണ്ടി ചാകാൻ അവർ തയ്യാറായിരുന്നു. നമ്മൾ കേട്ടിട്ടുണ്ട് കാമക്കസി പൈലറ്റ്സ്, അതായത് ടോർപിഡോസ് ഒക്കെ ഓടിച്ചു പോയി സൂയിസൈഡ് ചെയ്യുകയാണ്. അത് ചക്രവർത്തിക്ക് വേണ്ടി മരിക്കുകയാണ്. ചക്രവർത്തി ദൈവത്തിൻ്റെ അവതാരമാണ്. പ്ലെയിനിൽ നിന്നൊക്കെ ബോംബ് പിടിച്ച് ചാടി പ്ലെയിനിൻ്റെ കുഴലിനകത്തൂടെ പോയി പൊട്ടി അവർ ചാകാൻ തയ്യാറാണ് ചക്രവർത്തിക്ക് വേണ്ടി. ചക്രവർത്തി ദൈവത്തിൻ്റെ അവതാരമാണ്. പക്ഷേ ഹിരോഷിമയിലും നാഗസാക്കിയിലും ബോംബിട്ട് ജപ്പാൻ തകർന്ന് തരിപ്പണമായി.
ചക്രവർത്തി അന്ന് പ്രഖ്യാപിച്ചു, ഞാൻ ദൈവമല്ല. ചക്രവർത്തി പ്രഖ്യാപിച്ചു, ഞാൻ ദൈവമല്ല. ജപ്പാനിലുള്ളവർ ഷോക്കായിട്ടാണ് അവർ കേട്ടത്. ഇറ്റ് വാസ് എ ഷോക്ക് ഫോർ ദം. അതുവരെ ചക്രവർത്തി ദൈവമാണെന്ന് കരുതി ചക്രവർത്തിക്ക് വേണ്ടി ചാകാൻ കാമിക്കേസി പൈലറ്റ്സും അങ്ങനെയുള്ളവരൊക്കെ മുന്നോട്ട് വന്നപ്പോൾ ഇപ്പം ചക്രവർത്തി പറയാ, ഞാൻ ദൈവമല്ല. ആ സഹോദരി നിന്ന് മനസ്സിലായി. അതിൻ്റെ ശേഷം ജപ്പാനിൽ അനേകരും നിരീശ്വരരായി മാറി, ദൈവമില്ല എന്നുള്ള രീതിയിലേക്ക് മാറി. ഈ സഹോദരിയുടെ പിതാവും അങ്ങനെ ഒരു നിരീശ്വരനായി മാറി. ഞാൻ പറഞ്ഞ വാക്ക് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാട്ടെ. വാട്ട് യു ബിലീവ് ഡിറ്റർമൈൻസ് ഹൗ യു ബിഹേവ്. ചില കാര്യങ്ങൾക്ക് വേണ്ടി മരിച്ചു കഴിഞ്ഞാൽ അന്നേരം സ്വർഗത്തിൽ പോകും, സ്വർഗത്തിൽ ചെന്നാൽ ഇന്ന ഇന്ന കാര്യങ്ങൾ കിട്ടുമെന്ന് ചിലരൊക്കെ ധരിക്കുന്നു. അവർ വിശ്വസിക്കുന്നത് കൊണ്ട് അവരത് ചെയ്യുന്നു. പ്രിയപ്പെട്ടവരോട് പറയട്ടെ, ഈ വിധമായ ഉപദേശങ്ങൾ ലോകത്തിൽ പടർന്ന് 600 ദശലക്ഷത്തിലധികം ആളുകൾ ഈ വിശ്വാസത്തിൽ വരാൻ കാരണമെന്നാ? അതിൻ്റെ കാരണം ഇത് പറയുന്നത് സത്യമാണ്. ഇന്നും കൃപാവരങ്ങളൊക്കെ ഉണ്ട്, അത്ഭുതങ്ങളും അടയാളങ്ങളും ഉണ്ട്. ഇല്ലെന്ന് പറയുന്നത് തെറ്റാണ്. ഉണ്ട്, ദൈവത്തിൻ്റെ കഴിവിന് കുറവില്ല, അതൊക്കെ നടക്കുന്നതാണ് എന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ചു. അവരത് വിശ്വസിക്കുന്നത് കൊണ്ട് വാട്ട് ദേ ബിലീവ് ഡിറ്റർമൈൻസ് ഹൗ ദേ ബിഹേവ്. അവരതിനാസ്പദമായി ബിഹേവ് ചെയ്യുകയാണ്. സത്താൻ വളരെ വഞ്ചന പ്രവർത്തിക്കുന്നവനാണ്. അവൻ ജനങ്ങളെ കബളിപ്പിക്കുന്നവനാണ്. അവൻ എന്ത് ചെയ്തു? ജനങ്ങളെ മനസ്സിലാക്കുകയാണ്. അവരുടെ വിശ്വാസ പ്രമാണങ്ങളെയാണ് അവൻ തൊട്ടത്. ഇങ്ങനെ ഉപദേശങ്ങളെ തെറ്റായി ധരിച്ച് ഈ കൃപാവരങ്ങളൊക്കെ ഇന്നും നിലനിൽക്കുന്നുവെന്ന് പഠിപ്പിച്ച് ജനങ്ങളത് വിശ്വസിച്ച് ഇന്നതിന് തിരിച്ചു പറഞ്ഞാൽ വിശ്വസിക്കാൻ ബുദ്ധിമുട്ടാണ്. അതിൻ്റെ ഫലമായി ലക്ഷോപലക്ഷം ജനങ്ങൾ നിത്യനരകത്തിൽ പോകാൻ സാത്താൻ ഇടയാക്കി മാറ്റുകയാണ്. ഈ ഭാഗം ഞാൻ ധ്യാനിച്ചുകൊണ്ടിരുന്നപ്പോൾ വീണ്ടും എനിക്ക് തോന്നി, സാത്താന് ഹൗവയെ പരീക്ഷിച്ചത് എങ്ങനെയാണ്? ഹൗവയാണ് പരീക്ഷിക്കപ്പെട്ടത്. ആദ്യം ദൈവവചനം സംശയിക്കാൻ ഇടയാക്കി മാറ്റി, ദൈവം വാസ്തവമായി അങ്ങനെ സംസാരിച്ചിട്ടുണ്ടോ? നിങ്ങൾ ആ പഴം പറിച്ചു നിന്നാൽ ദൈവത്തെ പോലെ ആയിത്തീരും. ജ്ഞാനം പ്രാപിപ്പാൻ അത് നല്ലതാണ് എന്നവരെ പറഞ്ഞ് മനസ്സിലാക്കി. എക്സ്ട്രാ റെവലേഷൻ. ദൈവം കൊടുത്തതിനെക്കാട്ടിൽ ജ്ഞാനം പ്രാപിക്കാൻ കാംക്ഷിപ്പാൻ നല്ലതാണ്. എക്സ്ട്രാ. എൻ്റെ സഹോദരന്മാരെ, ഇവിടെ നടക്കുന്നത് അത് തന്നെയാണ്. എക്സ്ട്രാ ബിബ്ലിക്കൽ തിങ്സ്, മിസ്ലീഡിങ്. ചിലരോട് പറഞ്ഞാൽ എനിക്ക് തന്നെ അറിയാം, ഞാൻ ഇടപെട്ടിട്ടുണ്ട്. ഇടപെടുമ്പോൾ അവർ പറയുന്നത് എന്നാണെന്നറിയാമോ? അവർ പറയുന്നത്, ഇത് ഞങ്ങളുടെ അനുഭവമാണ്, ദിസ് ഈസ് അവർ എക്സ്പീരിയൻസ്. ദൈവവചനത്തിന് വിരുദ്ധമായി ഇത് അവരുടെ അനുഭവമാണ്. എല്ലാം പറഞ്ഞു വന്നാൽ അവസാനം പിടിച്ചു നിൽക്കാതിരിക്കാൻ വരുമ്പോൾ അവർ പറയും, ഇത് ഞങ്ങളുടെ അനുഭവമാണ്. എനിക്കിന്തും ഓർമ്മയുണ്ട്, ഞാനങ്ങ് തുറന്നു പറയുക, ഒരു യാക്കോബയിൽപ്പെട്ട ഒരു ചെറുപ്പക്കാരനോട് ഞാൻ ഇടപെട്ടുകൊണ്ടിരുന്നു. അദ്ദേഹത്തെ കാണുകയും ഇടയ്ക്കിടയ്ക്ക് ഞാൻ കാണും. ദൈവവചനത്തിൽ നിന്നൊക്കെ ഞാൻ പല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും. സത്യങ്ങൾ കുറേശ്ശെ അദ്ദേഹത്തെ മനസ്സിലാക്കി കൊടുത്തുകൊണ്ടിരിക്കുക. അപ്പം ഞാൻ ഒരു ദിവസം പറഞ്ഞു, ദൈവത്തിനും മനുഷ്യർക്കും മധ്യത്തിൽ മധ്യസ്ഥൻ ഒരുവനാണ്, അത് യേശുക്രിസ്തുവാണ് എന്ന് പുതിയ നിയമത്തിൽ നിന്ന് അദ്ദേഹത്തോട് പറഞ്ഞു കൊടുക്കും. അനേക മധ്യസ്ഥന്മാരില്ല. അങ്ങനെ അനേക മധ്യസ്ഥന്മാരോട് പ്രാർത്ഥിക്കുന്ന യാക്കോബ അസംബ്ലിയിലെ ഒരു വ്യക്തിയാണ്. എന്നാൽ ഞാൻ പറഞ്ഞു കൊടുത്തു, ഒരു മധ്യസ്ഥനേ ഉള്ളൂ. അടുത്ത ദിവസം അദ്ദേഹം എന്നോട് പറഞ്ഞു, ആ വാക്യം ഒന്ന് കുറിച്ച് തരാമെന്ന് ചോദിച്ചു. ഞാൻ കുറിച്ചു കൊടുത്തു. ആ വാക്യം കുറിച്ചു കൊടുത്തു. ഇതാണ് ആ വാക്യം. അദ്ദേഹം ഈ വാക്യം കൊണ്ട് പോയി. അദ്ദേഹം അത് കൊണ്ടുപോയത് ഒരു ഡോക്ടർ അടുക്കലാണ്. അവരുടെ കൂട്ടത്തിലുള്ള ഒരു ഡോക്ടർ അടുക്കൽ കൊണ്ടുപോയി. പിന്നെ അദ്ദേഹം വന്നപ്പോൾ ഞാൻ ചോദിച്ചു, എന്ത് പറയുന്നു എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, ഇതൊരു ഡോക്ടറെ കാണിച്ചു ഞങ്ങളുടെ ഇടയിലുള്ള. അദ്ദേഹം പറഞ്ഞു,
വേദപുസ്തകം മാത്രമേ ഉള്ളൂ എന്ന് പറയുന്നവർ പഠിപ്പിക്കുന്നതാണ് നമുക്ക് വേദപുസ്തകവും പാരമ്പര്യവും ഉണ്ടെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ബ്രദർ, ബൈബിൾ പ്ലസ് ട്രഡീഷൻസ്, യു ക്യാൻ ആഡ് എനിത്തിങ്. വേദപുസ്തകം പ്ലസ് ട്രഡീഷൻ, എന്തും കൂട്ടാം. ചിലർ പറയുന്നു വേദപുസ്തകത്തോടു കൂടെ ഞങ്ങളുടെ അനുഭവമാണ്. അവയെ പറ്റിച്ചത് ഇത് തന്നെയാണ്. അവയെ സാത്താൻ വഞ്ചിച്ചത് ഇത് തന്നെയാണ്. ജ്ഞാനം കാംക്ഷിപ്പാൻ, എക്സ്ട്രാ ബിബ്ലിക്കൽ, അതായത് ദൈവം വെളിപ്പെടുത്തിയ സത്യങ്ങൾക്ക് ഉപരിയായിട്ടുള്ള സത്യങ്ങൾ അറിയുവാൻ കാര്യങ്ങൾ ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കി കൊടുക്കുകയാണ്. ഇന്ന് അതാണ് അനേകർ കർത്താവിൻ്റെ വരവിൽ ചെന്ന്, കർത്താവെ, നിന്റെ നാമത്തിൽ ഞങ്ങൾ അത് ചെയ്തു, നിന്റെ നാമത്തിൽ ഞങ്ങൾ ഭൂതങ്ങളെ പുറത്താക്കി, നിന്റെ നാമത്തിൽ ഞങ്ങൾ വളരെ വീരപ്രവൃത്തികളെ ചെയ്തു. സഹോദരന്മാരെ, ആത്മീയഗോളത്തിൽ 2 കൊരിന്ത്യർ എടുത്താട്ടെ. നമുക്ക് അല്പം ഡീറ്റെയിൽ ആയിട്ട് അടുത്ത ആഴ്ച നമുക്ക് ഞാൻ ഈ ഇപ്പം പറയുന്ന വിഷയങ്ങൾ നാളെ ശ്രദ്ധിക്കാനായിട്ട് നോക്കാം. 2 കൊരിന്ത്യൻസ് ചാപ്റ്റർ 11, 2 കൊരിന്ത്യർ 11-ാം അധ്യായം. അയ്യോ, ഇതെന്തിനു നമുക്ക് എഴുതി തന്നു? 2 കൊരിന്ത്യർ 11-ാം അധ്യായം അതിൻ്റെ 14-15 വാക്യം നോക്കിയേ. സാത്താൻ താനും വെളിച്ച ദൂതന്റെ വേഷം ധരിക്കുന്നു, അവന്റെ ശുശ്രൂഷക്കാർ നീതിയുടെ ശുശ്രൂഷക്കാരുടെ വേഷം ധരിക്കുന്നു. നമ്മുടെ ധാരണ സാത്താൻ പരീക്ഷിക്കുക എന്ന് പറഞ്ഞാൽ പാപം ചെയ്യാനാ പരീക്ഷിക്കുന്നത്. സാത്താൻ പാപം ചെയ്യാനാ പരീക്ഷിക്കുന്നത്. വൈസ് തിങ്സ്, വളരെ മോശമായ പാപങ്ങള്, ലൈംഗിക പാപങ്ങള്, മദ്യപാനം, വെറിക്കൂത്ത്, ഇങ്ങനെയുള്ള പാപങ്ങൾ ചെയ്യാനാണ് സാത്താൻ പ്രേരിപ്പിക്കുന്നതെന്നാണ് പറയുന്നത് നമ്മളെ ധാരണ. ഈ വാക്യത്തിൽ എന്താ പറയുന്നത്? സാത്താൻ മനുഷ്യനെ വഞ്ചിക്കുന്നത് വേറെ ഒരു വിധമുണ്ട്. വെളിച്ചദൂതന്റെ വേഷം. ഒരു വെളിച്ചദൂതൻ വന്നിട്ട് നീ പോയി കള്ളു കുടിക്കുന്നല്ല പറയുന്നത്, നീ പോയി വ്യഭിചരിക്കുന്നല്ല പറയുന്നത്. വെളിച്ചദൂതൻ വന്ന് വിശുദ്ധിയുടെ കാര്യങ്ങളാണ് പറയുന്നത്. വെളിച്ചദൂതൻ വന്ന് എന്താ പറയേണ്ടത്? എപ്പോഴും അവർ ഹോളിനെസ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയും. അവന്റെ ശുശ്രൂഷക്കാരോ നീതിയുടെ ശുശ്രൂഷക്കാരുടെ ആക്ട് ചെയ്യും. അവര് പാപം ചെയ്യാനല്ല മനുഷ്യനെ പറയുന്നത്. ഞാൻ ഈ ഭാഗം ശ്രദ്ധിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു പ്രസിദ്ധനായ ദൈവദാസൻ എഴുതിയിരിക്കുന്നത് ഞാനൊന്ന് ചൂണ്ടിക്കാണിക്കട്ടെ. മർക്കോസിന്റെ സുവിശേഷം 9-ാം അധ്യായം, മാർക്സ് ഗോസ്പൽ ചാപ്റ്റർ 9. മർക്കോസിന്റെ സുവിശേഷം 9-ാം അധ്യായം നോക്കിക്കട്ടെ. ഇവിടെ നടന്ന സംഭവം ആദ്യം ഒന്ന് മനസ്സിലാക്കണം. 17-ാമത്തെ വാക്യം, ഊമനായ ആത്മാവുള്ള എൻ്റെ മകനെ ഞാൻ നിന്റെ അടുക്കൽ കൊണ്ടുവരുന്നു, അതവനെ എവിടെ വെച്ച് പിടിച്ചാലും അവനെ തെള്ളിയിടും. 20-ാം വാക്യം, ആത്മാവ് അവനെ ഇഴച്ചു, അവൻ നിലത്ത് വീണ് നുരച്ചുരുണ്ടു. 22-ാം വാക്യം, അതവനെ നശിപ്പിക്കാനെന്ന് പലപ്പോഴും തീയിലും വെള്ളത്തിലും തള്ളിയിടും. കർത്താവ് പറഞ്ഞ വാക്ക് 25-ാം വാക്യം നോക്കിയാട്ടെ. എന്നാറെ പുരുഷാരം ഓടിക്കൂടുന്നത് യേശു കണ്ടിട്ട് അശുദ്ധാത്മാവെ ശാസിച്ചു, ഊമനും ചെകിടനുമായ ആത്മാവെ ഇവനെ വിട്ടുപോ. സഹോദരന്മാരെ, ഇവിടെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിച്ചാട്ടെ. ഇവനെ തെള്ളിയിടുന്ന ആത്മാവ്, ഇവനെ ഇഴയ്ക്കുന്ന ആത്മാവ്, നമ്മുടെ കർത്താവിൻ്റെ വാക്കുകളിലൂടെ മനസ്സിലായി അതൊരു അശുദ്ധാത്മാവാണ്. എന്നാൽ അപ്പോൾ അത് നിലവിളിച്ചവനെ വളരെ ഇഴച്ച് വിട്ടുപോയി. മരിച്ചുപോയെന്ന് പലരും പറവാൻ തക്കവണ്ണം അവൻ മരിച്ചവനെ പോലെയായി. യേശുവിനെ കൈക്ക് പിടിച്ച് നിവർത്തി. അവൻ എഴുന്നേറ്റ് വീട്ടിൽ വന്നപ്പോൾ ശിഷ്യന്മാർ സ്വകാര്യമായി അവനോടൊരു കാര്യം ചോദിച്ചു. ഞങ്ങൾക്കതിനെ പുറത്താക്കാൻ കഴിയാഞ്ഞത് എന്തെന്ന് ചോദിച്ചു. അടുത്ത ഭാഗം കർത്താവിൻ്റെ മറുപടി, പ്രാർത്ഥനയാൽ അല്ലാതെ ഈ ജാതി ഒന്നിനാലും പുറപ്പെട്ടു പോകുകയില്ല എന്ന് അവൻ പറഞ്ഞു. പ്രാർത്ഥനയാൽ അല്ലാതെ
ഈ ജാതി ഒന്നിനാലും പുറപ്പെട്ടു പോകുകയില്ല എന്ന് അവൻ പറഞ്ഞു. ഇവിടെ ഈ ജാതി എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ പെട്ടെന്ന് ഓടി വരും ഒരു ജാതി ആത്മാവാണെന്ന്. പക്ഷേ നമുക്കറിയാം ഇത് യഹൂദന്മാരുടെ ഇടയിൽ ഒരു പ്രയോഗമുണ്ടായിരുന്നു. ആ പ്രയോഗത്തിൻ്റെ പേരാണ് പറയുന്നത് അഗാത്തറട്ടോസ്. അഗാത്തറട്ടോസ് 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 എന്ന് പറഞ്ഞാൽ ദിസ് കൈൻഡ്. നമ്മുടെ കർത്താവ് ഈ ഭൂമിയിലായിരുന്നപ്പോൾ യഹൂദന്മാർ കർത്താവിനെ പറഞ്ഞൊരു കാര്യം എന്താണെന്നറിയാമോ? ഇവനൊരു ഭൂതമുണ്ട്. അവർ പറഞ്ഞല്ലോ ഇവനൊരു ഭൂതമുണ്ടെന്ന് അവർ പറയുന്നത്. ഞാൻ ഇങ്ങനെ പറയാറുണ്ട്, കർത്താവിൻ്റെ നേരെ ഒരു ധാർമ്മിക ജീവിതമുള്ള ബന്ധത്തിൽ അവൻ്റെ ശത്രുക്കൾക്ക് പോലും ഒരണിവിരല് അനക്കാനില്ല. ഒരണിവിരല് അവന് ധാർമ്മിക ജീവിതമുള്ള ബന്ധത്തിൽ കർത്താവിനെ ചൂണ്ടിക്കാണിക്കാനായിട്ടില്ല. പക്ഷെ അവർ പറഞ്ഞു ഇവനൊരു ഭൂതമുണ്ട്. ആ ഭൂതമെന്ന് അവർ ഉദ്ദേശിച്ചത് ആത്മിക ഗോളത്തിൽ പ്രവർത്തിക്കുന്ന ഒരു ഭൂതത്തെക്കുറിച്ചാണ്. ഇവിടെ പറഞ്ഞിരിക്കുന്ന അതേ വാക്കാണ് അഗാത്തറട്ടോസ്. മലയാളത്തിൽ ഈ ജാതി എന്നാണ്. ഇംഗ്ലീഷിൽ വായിക്കുമ്പോൾ ദിസ് കൈൻഡ്. ഇറ്റ് ഈസ് എ സ്പെഷ്യൽ കൈൻഡ്. ദിസ് കൈൻഡ്. അപ്പം ഭൂതങ്ങളുടെ കൂട്ടത്തിൽ ഇങ്ങനെയുള്ള ഭൂതങ്ങളുണ്ട്. എങ്ങനെ? ആളുകളെ തെല്ലിയിടുന്ന ഭൂതം. ഞാനേ നാളത്തെ ക്ലാസ് ഡീറ്റെയിൽ ആയിട്ട് എടുത്തോളാം. ഇപ്പം കണ്ടിട്ടുണ്ടോ? ടി വി ഒക്കെ ഓൺ ചെയ്ത് കണ്ടിട്ടുണ്ടോ? പാസ്റ്റർ ഇങ്ങനെ കൈ കാണിച്ചു കഴിയുമ്പോൾ ഓരോരുത്തരും പടപടാന്ന് വീഴുകയാണ്. ഇറ്റ് ഈസ് എ കൈൻഡ് ഓഫ് സ്പിരിറ്റ്. ഇവിടെ രേഖപ്പെടുത്തി ദിസ് കൈൻഡ്. അവൻ വെളിച്ചദൂതന്റെ വേഷത്തിൽ വരും. മനുഷ്യരെ പാപം ചെയ്യിക്കാനല്ല, ആധാർമികം പ്രവർത്തിക്കാനല്ല, അവൻ വെളിച്ചദൂതന്റെ വേഷത്തിൽ വരും. നീതിയുടെ ശുശ്രൂഷന്മാരുടെ വെളിച്ചത്തിൽ പേര് വരും. നല്ല ഉപദേശി, നല്ല വെള്ള വസ്ത്രമൊക്കെ ഇട്ട് നല്ല പാസ്റ്ററിന്റെ ഒക്കെ വേഷത്തിൽ വരും. പക്ഷേ അവരിൽ പ്രവർത്തിക്കുന്നത് നമ്മൾ കണ്ടു, ദുരുപദേഷ്ടാക്കന്മാർ, തെറ്റ് പഠിപ്പിക്കുകയാണ്. ഡിസെപ്ഷൻ. എൻ്റെ സമയം തീർന്നുകൊണ്ട് ഞാൻ ഇവിടെ നിർത്തേണ്ടതായിട്ടിരിക്കുന്നു. ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ്, ഞാൻ ഇതിൻ്റെ ബാക്കി ഭാഗം നാളത്തെ ക്ലാസ്സിൽ എടുത്തോളാം. ഞാൻ പറഞ്ഞതൊന്നുകൂടെ ഊന്നി പറയട്ടെ. കാലത്തിൻ്റെ അന്ത്യം, end time. It's a time of deception according to the Lord's word. At the terminal generation, അവസാനത്തെ തലമുറ, കർത്താവ് പറഞ്ഞു, അനേകരം എൻ്റെ അടുക്കൽ വന്നു പറയും, ഞങ്ങള് ഭൂതങ്ങളെ പുറത്താക്കി അത്ഭുതങ്ങൾ ചെയ്തു. കർത്താവ് അവരോട് പറയും, ഞാൻ നിങ്ങളെ ഒരു നാളും അറിഞ്ഞിട്ടില്ല. ഐ ഹാവ് നോൺ യു നോട്ട് ഈവൻ വൺസ്. ഒരിക്കൽ പോലും അറിഞ്ഞിട്ടില്ല. പക്ഷേ നടക്കുന്നത് കർത്താവിൻ്റെ പേരില്ല. ഞാൻ ക്രിസ്തു എന്ന് പറഞ്ഞ് എൻ്റെ പേരെടുത്തു എന്ന് പലരെയും തെറ്റിക്കും. നിങ്ങൾ സൂക്ഷിച്ചോളാൻ പറഞ്ഞു. നമ്മൾ വളരെ ഗൗരവമായി ഇങ്ങനെയുള്ളൊരു കാലഘട്ടത്തിൽ ജീവിക്കുന്നത് കൊണ്ട് നമ്മൾ വളരെ വില കൊടുത്ത് ഇത് മനസ്സിലാക്കി സത്യങ്ങൾ ഗ്രഹിച്ച് നമ്മൾ തെറ്റിപ്പോകാതെ ദൈവവചനത്തിൻ്റെ ഉപദേശങ്ങളെ മുറുകെ പിടിക്കുവാനും മനസ്സിലാക്കാനും പിൻഗമിക്കാനും ദൈവം ഇടയാക്കട്ടെ. ഞാനിവിടെ നിർത്തുന്നു. എൻ്റെ സമയം കഴിയുന്നത് കൊണ്ട് നിർത്തുന്നു. നാളെ നമുക്ക് തുടർന്ന് ചിന്തിക്കാം. ഈ ടോപ്പിക്ക് തന്നെ ഞാൻ നാളെ എടുത്തോളാം. സഹോദരന്മാരെ, കർത്താവ് നമ്മെ സഹായിക്കട്ടെ. നമ്മുടെ പിതാക്കന്മാർ നമ്മളെ ശരിയായ ഉപദേശങ്ങൾ പഠിപ്പിച്ചു. ആ ഉപദേശം കർത്താവ് പറഞ്ഞു, നിങ്ങൾ കേൾക്കുന്ന ഉപദേശം എൻ്റേതല്ല, എൻ്റെ പിതാവിൻ്റേതാണ്. ഉപദേശത്തെ ആസ്പദമാക്കിയാണ് നാം എങ്ങനെ ജീവിക്കണം, എങ്ങനെ ഇടപെടണം, ആരോട് ചേരണം, ആരോട് ചേരണ്ട എന്ന് തീരുമാനമെടുക്കുന്നത്. നമ്മുടെ കുഞ്ഞുങ്ങളെ പലരും നമ്മുടെ സഭകൾ വിട്ടുപോകുമ്പോൾ നമ്മൾ വളരെ പ്രാർത്ഥനയോടുകൂടെ ഈ കാര്യങ്ങൾ അവരെ പഠിപ്പിച്ചെടുക്കാൻ ദൈവം ഇടയാക്കട്ടെ. നമ്മുടെ സഭകൾ ഇതിനെ മുറുകെ പിടിക്കാൻ ഇടയാക്കട്ടെ.
അവൻ്റെ വലിയ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ആമേൻ.